ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്, അല്ലെ? വിസർജന വ്യവസ്ഥ, മനുഷ്യരിലെ വിസർജന വ്യവസ്ഥ, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് മോഡ്സ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ എനിമൽസ് ആണ്. എന്താണ് ജന്തുക്കളിലെ എക്സ്ക്രീഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഒക്കെ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കണ്ട. ഹ്യൂമനത്തെ അല്ല, മറ്റ് ജന്തുക്കളിൽ എന്തൊക്കെയാണ് നമ്മളെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആയിട്ടുള്ളത്, അത് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് നോക്കണം. അപ്പൊ നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനിമൽസ് ഹാവ് എ ഡിഫറെന്റ് മെക്കാനിസം ഫോർ എക്സ്ക്രീഷൻ. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എൻവിറോൺമെന്റ്, ഹാബിറ്റാറ്റ് ആൻഡ് ഡെയിലി വാട്ടർ ഇൻടേക്ക്. അപ്പോൾ എന്താണ് പറയുന്നത്? ഡിഫറെന്റ് എനിമൽസിന് ഡിഫറെന്റ് മെക്കാനിസം ആണ്, അല്ലെ? എക്സ്ക്രീഷന് ഡിഫറെന്റ് മെക്കാനിസം ആണ്. അപ്പൊ ഇത് ആ ജന്തുക്കൾ എവിടെയാണ് താമസിക്കുന്നത്, അതിന്റെ ആവാസം എങ്ങനെയാണ്, അതിന്റെ പരിസ്ഥിതി എങ്ങനെയാണ്, അത് എത്രമാത്രം വെള്ളം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ യൂറിയ ആവാം, യൂറിക് ആസിഡ് ആവാം, അമോണിയ ആവാം, ഇതെല്ലാം ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിനൊക്കെയാണ് എൻവിറോൺമെന്റ്, ഹാബിറ്റാറ്റ്, ഡെയിലി വാട്ടർ ഇൻടേക്ക്. ഈ മൂന്ന് കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ മാറിക്കൊണ്ടിരിക്കും. Different types of animals have a different mechanism for excretion. This depends upon the environment, habitat and daily water intake. Okay. Next, എന്താണ് അമോണോടെലിസം? ഈ വാക്ക് ശ്രദ്ധിക്കുക, അമോണോടെലിസം. The process of eliminating ammonia from the body is known as ammonotelism. അപ്പൊ ആ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് അമോണിയ എലിമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ, ശരീരത്തിൽ നിന്ന് അമോണിയ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ, അതിനാണ് എന്ത് വിളിക്കുന്നത്? അമോണോടെലിസം എന്ന് പറയുന്നത്. വിച്ച് എക്സിബിറ്റ് ദിസ് നേച്ചർ ആർ കോൾഡ് അമോണോടെലിക്. ഏത് ജീവികളാണ് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്, അവരെ നമുക്ക് എന്ത് വിളിക്കാം? അമോണോടെലിക് എന്ന് വിളിക്കാം. അപ്പൊ അമോണിയ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് അമോണോടെലിസം. അത് ചെയ്യുന്ന ജീവികളെ അമോണോടെലിക് എന്നും വിളിക്കാം. ഇനി അടുത്തത് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജീവികൾ ഏതൊക്കെയാണ്? ബോണി ഫിഷസ്, ഇൻസെക്ട്സ് എക്സെട്ര. എന്തൊക്കെയാണ്? നമ്മുടെ മത്സ്യങ്ങളിലെ ബോണി ഫിഷസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ എന്താണ് മത്തി, അയല, അയക്കോറ, ഇതേപോലെയുള്ള എന്താണ് രോഹു, കട്ട്ല, ഇതേപോലെ നല്ല സ്ട്രെങ്ത് ഉള്ള ബോണുള്ള അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള മുള്ളോട് കൂടിയ മത്സ്യങ്ങൾ, അതാണ് ബോണി ഫിഷസ്. പിന്നെ വേറൊരു ടൈപ്പാണ് കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയും. എന്താണ്? തരുണാസ്തി മത്സ്യങ്ങളാണ്, അതായത് കട്ടിയില്ലാത്ത എല്ലോട് കൂടി. നമ്മൾ സ്രാവൊക്കെ ഇല്ല, അതൊക്കെ എന്താണ്? കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. അപ്പൊ ഇവിടെ ബോണി ഫിഷസ്, ഇൻസെക്ട്, ഇതൊക്കെ എന്താണ്? അമോണിയ പുറത്തു വിടുന്ന ജീവികളാണ് കേട്ടോ. അപ്പൊ അമോണോടെലിക്കാണ് ഇവരെല്ലാം. അപ്പൊ എന്താണ് അമോണോടെലിസം എന്ന് വെച്ചാല് അമോണിയ പുറത്ത് കളയുന്ന പ്രക്രിയയാണ്. അത്തരത്തിലുള്ള ജീവികൾ അമോണോടെലിക് എന്ന് അറിയപ്പെടുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ ബോണി ഫിഷസും ഇൻസെക്ട്സും ഒക്കെയാണ്. ഇനി ഒരു കാര്യം, അമോണിയ ഈസ് ക്വൈറ്റ് സൊല്യൂബിൾ, സോ ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ഫോം ഓഫ് അമോണിയം അയോൺസ് എയ്തർ ബൈ എ സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ് അക്രോസ് ദ ബോഡി സർഫസ് ഓർ ത്രൂ ദ ഗിൽസ്. എന്താണ് പറയുന്നത്? അമോണിയ സൊല്യൂബിൾ ആയിട്ടുള്ള സാധനമാണ്, അല്ലെ? വെള്ളത്തിലൊക്കെ ലയിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് ഇത്? ഒന്നുകിൽ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഗിൽസ് കൂടെ പുറത്തു പോകും, അല്ലെങ്കിൽ എന്താണ് സ്കിന്നിൽ കൂടെ പുറത്തേക്ക് കളയും കേട്ടോ. ഡിഫ്യൂഷൻ ആണ് പ്രോസസ്സ്. അപ്പൊ അമോണിയ പുറത്ത് കളയുന്ന പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. അപ്പൊ ബോഡി സർഫസിൽ കൂടെയോ ഗിൽസ് കൂടെയോ, ചെകളപ്പൂക്കളില്ലേ, അതിൽ കൂടെയോ എന്താണ് പുറത്തേക്ക് കളയും. അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ അമോണിയ എങ്ങനെയാ പുറത്ത് കളയുന്ന വെച്ചാല്, അതായത് അമോണിയ ശരീരത്തിൽ, മത്സ്യങ്ങളുടെയൊക്കെ ശരീരത്തിനുള്ളിൽ എന്തുണ്ടാവും? അമോണിയ ഉണ്ടാകും വേസ്റ്റ് ആയിട്ട്. അപ്പൊ അത് ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ് കളയുന്നത്. ആ പ്രക്രിയ ഏത് കൂടെയാണ് നമ്മൾ പുറത്തേക്ക് കളയുന്നത്? അതായത് ഈ മത്സ്യങ്ങളുടെയൊക്കെ സ്കിന്ന് അല്ലെങ്കിൽ എന്താണ് ഗിൽസിൽ കൂടെയാണ് പുറത്തേക്ക് കളയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? എനിമൽസിലത്തെ മോഡ് ഓഫ് എക്സ്ക്രീഷൻസ് ആണ്. അപ്പൊ എനിമൽസിന്റെ എൻവിറോൺമെന്റ്, ഹാബിറ്റാറ്റ്, ഡെയിലി വാട്ടർ ഇൻടേക്ക്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് അമോണോടെലിസം ആണ്. അമോണിയ പുറത്ത് കളയുന്ന, ശരീരത്തിൽ നിന്ന് അമോണിയ പുറത്ത് കളയുന്ന പ്രക്രിയയാണ് അമോണോടെലിസം. അത്തരത്തിലുള്ള ജീവികളാണ് അമോണോടെലിക്. അതിന് എക്സാമ്പിൾസ് ആണ് ബോണി ഫിഷസ്, ഇൻസെക്ട്സ്, ഇതൊക്കെ. അല്ലെ? അമോണിയ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ അതെന്താണ്? അയോൺസ് ആയിട്ടാണ് പുറത്തേക്ക് കളയുന്നത്. ബട്ട് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ആണ് അത് പുറത്ത് കളയുന്നത്. പ്രക്രിയ ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. പിന്നെന്താണ്? ബോഡി സർഫസ് വഴിയോ ഗിൽസ് വഴിയാണ് പുറത്തേക്ക് കളയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഇനി എന്താണ് യൂറിക്കോടെലിസം? ഇതാണ് യൂറിക്കോടെലിസം. പേരിൽ തന്നെ ഉണ്ട് അല്ലെ? എന്താണ്? എലിമിനേഷൻ ഓഫ് യൂറിക് ആസിഡ് as the main nitrogenous waste material is called
യൂറിക്കോട്ടലിസം. എന്താണ് യൂറിക്കോട്ടലിസം എന്ന് വെച്ചാൽ എന്താണ്? യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ. നേരത്തെ നമ്മൾ അമോണിയ പുറത്തു കളയുന്ന പ്രക്രിയ പറഞ്ഞില്ലേ, അതുപോലെ യൂറിക് ആസിഡിന്റെ ഫോമിലാണ് വേസ്റ്റ് മെറ്റീരിയൽ പുറത്തു കളയുന്നതെങ്കിൽ അവയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? യൂറിക്കോട്ടലിസം, അല്ലെങ്കിൽ ആ പ്രക്രിയക്കാണ് എന്ത് വിളിക്കുന്നത്? യൂറിക്കോട്ടലിസം എന്ന് പറയുന്നത്. അപ്പൊ എനിമൽസ് ഹു എക്സിബിറ്റ് ദിസ് കൈൻഡ് ഓഫ് എലിമിനേഷൻ ആർ കോൾഡ് യൂറിക്കോട്ടലിക് എനിമൽസ്. അപ്പൊ അത്തരത്തിലുള്ള എനിമൽസിനെ എന്ത് വിളിക്കാം? യൂറിക്കോട്ടലിക് എനിമൽസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക: റെപ്റ്റൈൽസ്, ബേർഡ്സ്, സ്നെയിൽസ്, അല്ലെ എന്തൊക്കെയാണ്? ഉരകങ്ങൾ, പക്ഷികൾ, ഒച്ചി, ഇതൊക്കെ എന്താണ്? യൂറിക്കോട്ടലിസം പ്രകടമാക്കുന്നു. അപ്പൊ യൂറിക് ആസിഡ് പുറത്തു കളയുന്ന പ്രക്രിയയാണ് ഇതെന്ന് പറയുന്നത് യൂറിക്കോട്ടലിസം. അപ്പൊ യൂറിക്കോട്ടലിസം കാണിക്കുന്ന ജീവികളാണ് യൂറിക്കോട്ടലിക് എനിമൽസ്. അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? റെപ്റ്റൈൽസ്, ബേർഡ്സ്, സ്നെയിൽസ്, ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യൂറിയോടെലിസം. അപ്പൊ ഇവിടെ വാക്കിൽ തന്നെ എന്തുണ്ട്? യൂറിയ, അല്ലെ? അപ്പൊ ഇൻ സം മാമൽസ് ആൻഡ് ആംഫീബിയൻസ്. അപ്പൊ ആരൊക്കെയാണ് ഇത്? മാമൽസിലും ആംഫീബിയൻസിലും, അല്ലെ? അതായത് സസ്തനികളിലും അതുപോലെ ഉഭയജീവികളിലും എന്താണ് യൂറിയ പുറത്തേക്ക് കളയുന്നത്. യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ആൻഡ് ഈസ് കോൾഡ് യൂറിയോടെലിക്. എന്താ വിളിക്കുന്നത് അത്ര ജീവികളെ? യൂറിയോടെലിക്. In these organisms, ammonia that is produced is converted to urea in the liver of animals and is released in the blood, which is filtered and released out by the kidneys. അപ്പൊ എങ്ങനെയാ അവിടെ നടക്കുന്നത്? നമ്മളെ കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ ലിവറിൽ വെച്ചിട്ട് അമോണിയ എന്തായിട്ട് മാറും? യൂറിയ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ എന്നിട്ട് ആ യൂറിയാണ് എന്താകുന്നത്? നമ്മുടെ മൂത്രത്തിൽ കൂടെ ഒക്കെ പുറത്തേക്ക് കളയുന്നത്. അപ്പൊ കിഡ്നി പുറത്തേക്ക് കളയുന്നത് കേട്ടോ. അപ്പൊ യൂറിയോടെലിസം എന്ന് വെച്ചാൽ എന്താണ്? യൂറിയ എലിമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് യൂറിയോടെലിസം. അത് കാണിക്കുന്ന ജീവികൾ ആരൊക്കെയാണ്? മാമൽസും ആംഫീബിയൻസും ആണ്. ഇനിയിപ്പോ എങ്ങനെയാണ് യൂറിയ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്? അമോണിയ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്നത്. വിശദമായിട്ട് നമുക്കത് അങ്ങോട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് അമോണിയ ആണ് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അമോണിയയെ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത്? വിച്ച് ഓർഗൻ കൺവേർട്ട് അമോണിയ ഇൻ ടു യൂറിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലിവർ ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്, ശ്രദ്ധിച്ചോണം. ലിവർ എന്താക്കി മാറ്റും? അമോണിയയെ എന്താക്കി മാറ്റും? അത്ര ടോക്സിക് അല്ലാത്ത യൂറിയാക്കി മാറ്റും. Animals and is released in the blood, which is filtered and released out by the kidney. കിഡ്നി വഴി എന്താണ്? അത് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് യൂറിക്കോടെലിസം ആണ്. എന്താണ്? യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ. അത്തരത്തിലുള്ള ജീവികളാണ് യൂറിക്കോടെലിക് എനിമൽസ്. എക്സാമ്പിൾസ് റെപ്റ്റൈൽസ്, ബേർഡ്സ്, സ്നെയിൽസ് എക്സെട്ര. യൂറിയോടെലിസം എന്ന് വെച്ചാൽ എന്താണ്? യൂറിയ പുറത്ത് കളയുന്ന പ്രക്രിയ, അല്ലെ? അപ്പൊ യൂറിയ നിർമ്മിക്കുന്ന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ ലിവറാണ്. ഇനി പിന്നെ ഇത് ചെയ്യുന്ന ജീവികൾ ആരൊക്കെയാണ്? മാമൽസും ആംഫീബിയൻസും ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ നമ്മൾ മനുഷ്യ ശരീരത്തിലെ വിസർജനാവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെ? അവയവങ്ങൾ ഏതൊക്കെ? ദ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇസ് എ വെൽ ഡെവലപ്ഡ് സിസ്റ്റം ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് പാർട്സ്. ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ് ഏതാണ്? സ്കിൻ. അപ്പൊ സ്കിൻ എന്തിനു സഹായിക്കുന്നുണ്ട്? എക്സ്ക്രീഷന് സഹായിക്കുന്നുണ്ട്. ദ സ്കിൻ ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ബൈ ദ വേ ഓഫ് സ്വെറ്റ്. എങ്ങനെയാണ് സ്കിൻ ഹെൽപ്പ് ചെയ്യുന്നത്? സ്വെറ്റിന്റെ രൂപത്തിൽ, വിയർപ്പിന്റെ രൂപത്തിലാണ് സ്കിൻ എന്തിനു സഹായിക്കുന്നത്? എക്സ്ക്രീഷന് സഹായിക്കുന്നത്. ദ സ്കിൻ എലിമിനേറ്റ്സ് കോമ്പൗണ്ട്സ് ലൈക്ക് NaCl, സം എമൗണ്ട് ഓഫ് യൂറിയ എക്സെട്ര. എന്തൊക്കെയാണ് നമ്മളെ വിയർപ്പ് വഴി പുറത്തേക്ക് കളയുന്നത്? സോഡിയം ക്ലോറൈഡ് പോലെയുള്ള ലവണങ്ങള്, പിന്നെ എന്താണ്? യൂറിയ, അല്ലെ? യൂറിയ, ഇതൊക്കെയാണ് എന്താക്കുന്നത്? പുറത്തേക്ക് കളയുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താണ്? ലങ്സ് ആണ്, അല്ലെ? ലങ്സ് ആർ ദ പ്രൈമറി റെസ്പിറേറ്ററി ഓർഗൻസ് ആൻഡ് ദേ ഹെൽപ് ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ എങ്ങനെയാ സഹായിക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് എന്ന് പറയുന്നത് ലങ്സ് എന്ന് പറയുന്നത്, അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ലങ്സ് ഓക്സിജൻ എന്താക്കും? ഉള്ളിലേക്ക് ഇടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്താക്കുന്നു? പുറത്തേക്ക് കളയുന്നു, അല്ലെ? അപ്പൊ ലങ്സ് ആർ ദ പ്രൈമറി റെസ്പിറേറ്ററി ഓർഗൻ ആൻഡ് ദേ ഹെൽപ് ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻ ദിസ് പ്രോസസ് ദേ ഓൾസോ ഫങ്ഷൻ ടു എലിമിനേറ്റ് സം എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് വേപ്പർ. പിന്നെ എന്താണ്? ഈ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തേക്ക് പോകുന്നതിന്റെ കൂടെ കുറച്ച് എന്തുണ്ടാവും? വാട്ടർ വേപ്പറും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ഇതിന്റെയൊക്കെ എലിമിനേഷൻ ആണ് എന്ത് സഹായിക്കുന്നത്? ലങ്സ് സഹായിക്കുന്നത്. അപ്പൊ ഈ സ്ലൈഡ് നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞത് സ്കിന്നാണ്. സ്വെറ്റിന്റെ, വിയർപ്പിന്റെ രൂപത്തിലാണ് സ്കിൻ എന്തിനു സഹായിക്കുന്നത്? എക്സ്ക്രീഷന് സഹായിക്കുന്നത്. അപ്പൊ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ യൂറിയൊക്കെയാണ്. പിന്നെ അടുത്ത പറഞ്ഞത് എന്താണ്? ലങ്സ് ആണ്. ബേസിക്കലി റെസ്പിറേറ്ററി ഓർഗൻ ആണ്. പക്ഷെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്തിട്ട് ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അരി പുറത്തു കളയും, ലങ്സ് പുറത്തു കളയും. അപ്പൊ ഈ പ്രോസസ്സിൽ എന്തും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്? കുറച്ച് വേപ്പർ, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി കൂടെ പോകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ആൾ ആരാണ്? ലിവർ ആണ്, അല്ലെ? സ്കിന്ന് കഴിഞ്ഞു,
ലങ്സ് കഴിഞ്ഞു, അടുത്തതാരാ? ലിവറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. The liver changes the decomposed hemoglobin of the burnout red blood corpuscles into bile pigment, bilirubin and biliverdin. എന്താ ഈ പറഞ്ഞത്? നമുക്കറിയാലോ, നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വസ്തുവാണ് ഏതെന്ന് പറയുന്നത്? ഹീമോഗ്ലോബിൻ. അല്ലെ, രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത്, റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എവിടെയുള്ളത്? RBCയിലാണ്. അല്ലെ, രക്തത്തിലെ RBC ചുവന്ന രക്തമാണ്, റെഡ് ബ്ലഡ് സെൽസിലാണ്, റെഡ് ബ്ലഡ് കോർപ്പസൽസിലാണ് എന്തുള്ളത്? ഹീമോഗ്ലോബിൻ ഉള്ളത്. അപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ ഡീകമ്പോസിഷൻ വഴി ഉണ്ടാകുന്ന രണ്ട് പിഗ്മെന്റ്സ് ആണ് ഏതൊക്കെ? ബിലിറൂബിനും ബിലിവേർഡിനും. മനസ്സിലായോ? അതായത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഡീകമ്പോസിഷനിലൂടെ, അല്ലെ, വിഘടനത്തിലൂടെ ഉണ്ടാകുന്ന രണ്ട് രാസവസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് പിഗ്മെന്റ്സ്, കളർ കൊടുക്കുന്ന വസ്തുക്കളാണ് ഇതൊക്കെ? ബിലിറൂബിനും ബിലിവേർഡിനും. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, these pigments are passed into the alimentary canal with the bile for elimination in the feces and urine. അപ്പൊ എന്താ ഇത് ചെയ്യുന്നത്? ഈ ബിലിറൂബിനും ബിലിവേർഡിനും ബൈലിലുണ്ടാവും, അല്ലെ. അപ്പൊ എലിമെന്ററി കനാലിൽ വഴി അതിലെവിടെ ബൈലിൽ കൂടെ അതെവിടെ എത്തും? നമ്മളെ ഫീസസിലും യൂറിനിലും ഒക്കെ കളർ കൊടുക്കും. ഒരു മഞ്ഞ കളർ വരുന്നില്ലേ? അത് തന്നെ. അപ്പൊ ഫീസസിലും യൂറിനൊക്കെ കളർ കൊടുക്കുന്നത് എന്താണ്? ബിലിറൂബിനും ബിലിവേർഡിനും ഒക്കെയാണ്. ഈ ബിലിറൂബിനും ബിലിവേർഡിനും ഒക്കെ എവിടുന്നാ വരുന്നത്? ഡീകമ്പോസിഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഇനി the liver also excrete cholesterol, steroid hormones, certain vitamins and drugs through the bile. അപ്പൊ അത് ഈ ബൈലില് എന്തൊക്കെയുണ്ട്? ഹീമോഗ്ലോബിന്റെ ഡീകമ്പോസിഷന്റെ ഫലമായിട്ടുണ്ടായ പിഗ്മെന്റ്സ്, ബിലിറൂബിന് ബിലിവേർഡ്. അത് കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്? ലിവർ ഓൾസോ എക്സ്ക്രീറ്റ് കൊളസ്ട്രോൾ, ഇല്ലേ, കൊളസ്ട്രോൾ ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്, സർട്ടൻ വിറ്റാമിൻസ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്. ഇതൊക്കെ ബൈലിൽ കൂടെ എന്താണ്? പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓർമ്മിച്ച് വെക്കാം. ബിലിറൂബിൻ പിഗ്മെന്റ്സ് ആയിട്ട് ബിലിറൂബിൻ, ബിലിവേർഡിൻ, കൊളസ്ട്രോൾ, സ്റ്റിറോയിഡ് ഹോർമോൺസ്, സർട്ടൻ വിറ്റാമിൻസ് ആൻഡ് ഡ്രഗ്സ്, ഇതെല്ലാം ഇതിലൂടെ പുറത്തു കളയുന്നുണ്ട്, ലിവർ കൂടെ പുറത്തു കളയുന്നു. Okay, urea is formed in the liver by a cyclic process called urea cycle or the ornithine cycle. എന്താണ് പറയുന്നത്? യൂറിയ ഈസ് ഫോംഡ് ഇൻ ദ ലിവർ. നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ലിവറിൽ വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? യൂറിയ ഫോം ചെയ്യുന്നത്, അല്ലെ. അപ്പൊ അതെങ്ങനെയാന്ന് ഇവിടെ പറയാം. ആ സൈക്കിൾ എന്താ പറയാ? യൂറിയ എന്താ പറയാ, തുടർച്ചയായിട്ട് ഫോം ചെയ്യുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ കേട്ടോ. യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ. The excess amino acids in the body are deaminated by an enzyme oxidase producing ammonia. Ammonia being toxic is converted into urea. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മളെ കോശങ്ങളിൽ വെച്ചിട്ട് ഈ അമിനോ ആസിഡുകൾ എന്താവും? ഡീകമ്പോസിഷൻ നടക്കും. അമിനോ ആസിഡുകൾ വിഘടിക്കും. അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന രാസവസ്തുവാണ് അമോണിയ. ഈ അമോണിയ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹാനികരമായിട്ടുള്ളൊരു വസ്തുവാണ്. ശരീരത്തിൽ നിർത്തിക്കാനേ പാടില്ലാത്ത സാധനമാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ ആ അമോണിയ എന്താക്കും? ഉടനടി തന്നെ എങ്ങോട്ടേക്ക് എത്തും? ലിവറിലേക്ക് എത്തും. ലിവറിൽ വെച്ച് അത് കാർബൺ ഡയോക്സൈഡും ജലവും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? യൂറിയ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ്? നമ്മുടെ കോശങ്ങളിലും ടിഷ്യൂവിലും ഒക്കെ വെച്ചിട്ട് എന്ത് നടക്കുന്നു? അമിനോ ആസിഡ്, അല്ലെ, പ്രോട്ടീന്റെ മോണോമറാണ് ഇത് അമിനോ ആസിഡ് എന്ന് പറയുന്നത്, അല്ലെ, പ്രോട്ടീന്റെ ബേസ്. അപ്പൊ ആ അമിനോ ആസിഡിന്റെ ഡീകമ്പോസിഷന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? അമോണിയ ഉണ്ടാവും. അമോണിയ ഭയങ്കര ടോക്സിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ലിവറിലേക്ക് എത്തിക്കുകയും അവിടുന്ന് കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർത്ത് യൂറിയ ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാണ്? ലിവറാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? The liver changes the decomposed hemoglobin of the worn out red blood corpuscles into bile pigments, bilirubin and biliverdin. അതായത് എന്താണ്? നമ്മളെ ഹീമോഗ്ലോബിന്റെ ഡീകമ്പോസിഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് പിഗ്മെന്റ്സ് ആണ് ബിലിറൂബിനും ബിലിവേർഡിനും. ഇത് എലിമെന്ററി കനാലിലെ വഴി എവിടെ എത്തുന്നു? നമ്മുടെ ബൈൽ കൂടെ, അല്ലെ, നമ്മുടെ ഫീസസിലും യൂറിനിലും ഒക്കെ എത്തുന്നു. മൂത്രത്തിന്റെയും മലത്തിന്റെയും ഒക്കെ കളർ എന്താണ്? ഈ ബിലിറൂബിന്റെ ഒക്കെ കളറാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതങ്ങനെ അതിലേക്ക് എത്തുന്നു. The liver also excretes cholesterol, steroid hormones, certain vitamins and drug through the bile. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, പിന്നുള്ള ശരീരത്തിലെ കൊളസ്ട്രോളുകൾ, സ്റ്റിറോയിഡ് ഹോർമോൺസ്, ചില വിറ്റാമിനുകൾ, ഇതെല്ലാം എന്തിൽ കാണും? ബൈലിൽ ഉണ്ടാവും. അതുവഴി പുറത്തു പോകുന്നുണ്ട്. യൂറിയ is formed in the liver by a cyclic process called urea cycle or the ornithine cycle. എന്ത് വിളിക്കാം നമുക്കിതിനെ? അതായത് കരളിൽ വെച്ചിട്ട് യൂറിയ നിർമ്മിക്കപ്പെടുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് യൂറിയ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ. The excess amino acids in the body are deaminated by an enzyme oxidase producing ammonia. Ammonia being toxic is converted to urea.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് കോശങ്ങളിൽ അമിനോ ആസിഡിന്റെ ഡികമ്പോസിഷന്റെ വിഘടനത്തിന്റെ ഫലമായിട്ട് എന്ത് നിർമ്മിക്കപ്പെടുന്നു? അമോണിയ നിർമ്മിക്കപ്പെടുന്നു. അമോണിയ എന്ന് വെച്ചാൽ അത്യന്തം ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അത് ലിവറിൽ എത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി മേജർ ഓർഗൻ അതാണ് എന്ന് പറയുന്നത് കിഡ്നി. ഇപ്പൊ എന്തൊക്കെയാ നമ്മളിപ്പോ പഠിച്ചത് അല്ലെ? ഏതൊക്കെ ഓർഗൻസ് എക്സ്ക്രീഷന്റെ ഫലമായിട്ട് നമ്മൾ പഠിച്ചു? ഏതൊക്കെയാണ്? സ്കിന്ന് പഠിച്ചു അല്ലെ? സ്കിന്ന് പഠിച്ചു, ലങ്സ് അല്ലെ, പിന്നെന്താണ് സ്കിന്ന്, ലങ്സ്, പിന്നെന്താണ് ലിവർ അല്ലെ, പിന്നെ നമ്മുടെ മേജർ ഓർഗൻ ഏതാണ്? നാലാമത്തത് കിഡ്നീസ് ആണ് അല്ലെ? കിഡ്നീസ്. അപ്പൊ സ്കിന്ന്, പിന്നെന്താണ് ലങ്സ്, പിന്നെ എന്താണ് ലിവർ, പിന്നെ അടുത്തത് ഏതാ? കിഡ്നീസ്. അപ്പൊ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്, കിഡ്നീസ്. ദ കിഡ്നി ഇസ് ദ മെയിൻ ഓർഗൻ ഓഫ് ദ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിസർജന വ്യവസ്ഥയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവമാണ് എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയുന്നത്, വൃക്കകൾ അല്ലെ. ദ കിഡ്നീസ് ആർ പെയർഡ് ഓർഗൻ ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ. ദേ ആർ ദ പ്രൈമറി എക്സ്ക്രീറ്ററി ഓർഗൻ. ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ പ്രൈമറി എക്സ്ക്രീറ്ററി ഓർഗൻ, പ്രാഥമിക വിസർജന അവയവമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിഡ്നീസ് ആണ്. ആൻഡ് ആർ ലൊക്കേറ്റഡ് വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സ്പൈൻ അറ്റ് ദ ലെവൽ ഓഫ് ദി ലിവർ. എന്താണ് ഇതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഇത് നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടത്ത് കിഡ്നി അല്ലെങ്കിൽ ഇടത്ത് വൃക്ക വലത്ത് വൃക്കയെ വെച്ച് കുറച്ച് മുകളിലേക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കുറച്ച് മുകളിലേക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് കുറച്ച് മുകളിലേക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതും ഓർമ്മിച്ചു വെക്കാം. പിന്നെ കിഡ്നീന്റെ ഷേപ്പ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ബീൻ ഷേപ്പ്ഡ് ആണ് കേട്ടോ. ബീൻ ഷേപ്പ്ഡ്. കിഡ്നിയുടെ ഷേപ്പ് ചോദിക്കുകയാണെങ്കിൽ ബീൻ ഷേപ്പ്. പയർവിത്തിന്റെ ഒക്കെ ആകൃതിയാണ് എന്തിനുള്ളത്? ഈ കിഡ്നിക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് അല്ലെ ആണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന കിഡ്നി സ്ഥിതി ചെയ്യുന്നത് ബീൻ ഷേപ്പ്ഡ് ആണ്. ലെഫ്റ്റ് കിഡ്നി എന്താണ്? കുറച്ച് അപ്പർ അല്ലെങ്കിൽ ഹയർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വലത് കിഡ്നി അപേക്ഷിച്ച് ഇടത്തെ കിഡ്നി കുറച്ച് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കാം. ഇനി ദ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം കംപ്രൈസസ് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്? 2 കിഡ്നീസ്, 2 കിഡ്നീസ്, 2 യൂറിറ്റേഴ്സ്, 1 യൂറിനറി ബ്ലാഡർ, 1 യൂറീത്ര. അപ്പൊ നമ്മള് പിന്നെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? 2 കിഡ്നീസ്, 2 യൂറിറ്റേഴ്സ്, 1 യൂറിനറി ബ്ലാഡർ, 1 യൂറീത്ര. ഇത്രയും പോർഷൻസ് ആണ് ഉൾപ്പെടുന്നത് കേട്ടോ. നമ്മളെ കിഡ്നി എന്ന് വെച്ചാൽ ബേസിക് അവയവമാണ്. അത് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല? യൂറിൻ പുറത്തേക്ക് കളയാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 2 കിഡ്നികൾ, 2 യൂറിറ്റേഴ്സ്, 1 യൂറിനറി ബ്ലാഡർ, 1 യൂറീത്ര. ഇവിടെ പറഞ്ഞത് എന്താണ്? കിഡ്നീസ് അല്ലെ. എന്താണ്? നമ്മുടെ മെയിൻ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. എന്താണ്? 2 കിഡ്നികൾ ഉണ്ട്, ബീൻ ഷേപ്പ്ഡ് ആണ്, നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇടത്തെ കിഡ്നി വലത്തെ കിഡ്നി അപേക്ഷിച്ച് കുറച്ച് മുകളിലേക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് ഏതൊക്കെ ഭാഗങ്ങളാണത്? 2 കിഡ്നികള്, 2 യൂറിറ്റേഴ്സ്, 1 യൂറിനറി ബ്ലാഡർ, 1 യൂറീത്ര. അപ്പൊ ഇതാണ് അതിന്റെ ഇമേജ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞില്ലേ 2 കിഡ്നികൾ അല്ലെ? 2 കിഡ്നികൾ, പയർവിത്തിന്റെ ആകൃതിയിലുള്ള 2 കിഡ്നികള്. പിന്നെന്താണ്? അവിടുന്ന് യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂത്രസഞ്ചി അല്ലെ? മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കുന്ന കുഴലാണ് ഇത് യൂറിറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതായത് കിഡ്നിയിൽ നിന്നും അല്ലെ വൃക്കയിൽ നിന്നും മൂത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കുക. പിന്നെ ഈ മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ അല്ലെ, യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്ന കുഴൽ ട്യൂബുകളാണ് ഇത് യൂറിറ്റർ എന്ന് പറയുന്നത്. യൂറിറ്റർ, രണ്ടും അല്ലെ. പിന്നെ ഇവിടെ എന്താ? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ എന്താണ്? യൂറിൻ പുറത്തേക്ക് പോകുന്ന പോർഷൻ ആണ് എന്ന് പറയുന്നത് യൂറീത്ര അല്ലെ. യൂറിൻ പുറത്തേക്ക് പോകുന്ന ട്യൂബാണ് എന്ന് പറയുന്നത് യൂറീത്ര. ഇത്രയാണ് ഇതിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ പയർവിത്തിന്റെ ആകൃതിയുള്ള 2 കിഡ്നികളിൽ നിന്നും മൂത്രം വഹിക്കുന്ന 2 ട്യൂബുകളാണ് യൂറിറ്റർ. യൂറിറ്റർ എവിടെ ചെന്ന് അവസാനിക്കുന്നു? യൂറിനറി ബ്ലാഡർ അല്ലെ, മൂത്രസഞ്ചിയിൽ അവസാനിക്കുന്നു. ഇവിടെയാണ് മൂത്രം ശേഖരിക്കപ്പെടുന്നത്. യൂറിനറി ബ്ലാഡറിലാണ് യൂറിൻ ശേഖരിക്കപ്പെടുന്നത്. അത് യൂറിൻ പുറത്തു പോകുന്ന ട്യൂബാണ് എന്ന് പറയുന്നത് യൂറീത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കിഡ്നിയുടെ അനാറ്റമിയാണ് അല്ലെ. കിഡ്നിയുടെ ഉൾഭാഗം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ആദ്യമായി പറഞ്ഞേക്കാം എന്താണെന്ന് അറിയോ? ഇതാ കിഡ്നി. ഇത് സപ്പോസ് ചിത്രം നോക്കണ്ട, ഷേപ്പ് നോക്കണ്ട. പുറം ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? കിഡ്നിയുടെ പുറം ഭാഗത്തിന് നമുക്ക് എപ്പോഴും എന്താ വിളിക്കുക? കോർട്ടെക്സ് അല്ലെ. കോർട്ടെക്സ് എന്ന് പറയാം. ഉൾഭാഗത്തിന് നമുക്ക് എന്ത് പറയാം? മെഡുല്ല. ആ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കാം കേട്ടോ. കിഡ്നി നമ്മൾ മുറിച്ചു നോക്കിയതാണ്.
ക്രോസ് സെക്ഷണൽ വ്യൂ കൊടുത്തതാ കിഡ്നിയുടെ. അപ്പൊ പുറം ഭാഗമാണ് കോർട്ടെക്സ്, ഉൾഭാഗം മെഡുല. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നോക്കാം ഇതൊക്കെയാണ്. ആദ്യത്തത് ഏതാ? റീനൽ പെൽവിസ് ആണ് അല്ലെ. റീനൽ പെൽവിസ്, ദ ബേസിൽ ലൈക്ക് ഏരിയ ദാറ്റ് കളക്ട് യൂറിൻ ഫ്രം ദ നെഫ്രോൺസ്, ഇറ്റ് നാരോസ് ഇൻ ടു ദ അപ്പർ എൻഡ് ഓഫ് ദ യൂറിൻ. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാ എന്താണ്? പെൽവിസ് ആണ് പറഞ്ഞത് അല്ലെ, റീനൽ പെൽവിസ്. ഈ പോർഷൻ ആണ് എന്ന് പറയുന്നത് റീനൽ പെൽവിസ്. അപ്പൊ ഇതിന്റെ പുറം ഭാഗം എന്താ അറിയപ്പെടുന്നത്? കോർട്ടെക്സ് ആണ്. ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? മെഡുല അല്ലേ, മെഡുലയാണ്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന, ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് യൂറിൻ വഹിക്കുന്ന ഈ പോർഷൻ, ബേസിൻ പോലെയുള്ള പോർഷൻ പറയുന്ന പേരാണെന്ത്? റീനൽ പെൽവിസ്. ഇങ്ങോട്ടേക്ക് അപ്പൊ ഇവിടെ കുറെ നെഫ്രോണുകൾ ഉണ്ടാവും. ആ നെഫ്രോണുകളിൽ നിന്നുള്ള യൂറിൻ കളക്ട് ചെയ്യുന്ന പോർഷൻ നെക്സ്റ്റ് എന്താണ്? കോർട്ടെക്സ് kidney. Extensions of the cortical tissue contains about 1 million blood filtering nephrons. അപ്പൊ കോർട്ടെക്സിലാണെന്നുള്ളത് നെഫ്രോൺസ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് കിഡ്നി ആയിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇതാണ് കോർട്ടെക്സ് വിചാരിച്ച്, ഇത് മെഡുലയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോ നെഫ്രോൺ അല്ലെ, കിഡ്നിയുടെ വർക്കിംഗ് യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ആ നെഫ്രോണിന്റെ ഒരു പോർഷൻ, മേജർ പോർഷൻ ആയിട്ട് അരിക്കുന്ന പോർഷൻ കോർട്ടെക്സിലാണ്, ട്യൂബ് വരുന്നത് മെഡുലയിലാണ് കേട്ടോ. അപ്പൊ അരിക്കുന്ന പോർഷൻ, ഫിൽട്രേഷൻ നടക്കുന്ന പോർഷൻ വരുന്നത് കോർട്ടെക്സിലാണ്. ബാക്കി ട്യൂബ് വരുന്നത് എവിടെയാണ്? മെഡുലയിലാണ്. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കുക. അത് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞു തന്നേ കേട്ടോ. കോർട്ടെക്സ് റെപ്രസെന്റ്സ് ദ ഔട്ടർ റീജിയൻ ഓഫ് ദ കിഡ്നി. എക്സ്റ്റൻഷൻസ് ഓഫ് ദ കോർട്ടിക്കൽ ടിഷ്യൂ കണ്ടെയ്ൻസ് അബൌട്ട് 1 million ബ്ലഡ് ഫിൽറ്ററിംഗ് നെഫ്രോൺസ്. എന്താണ്? 1 million എന്തുണ്ട്? നെഫ്രോൺസ് ഒരു കിഡ്നിയിൽ കാണപ്പെടുന്നുണ്ട് ഏകദേശം കേട്ടോ. അതൊന്നും ഓർക്കുക, 1 million ബ്ലഡ് ഫിൽറ്ററിംഗ് നെഫ്രോൺസ്. ഇനി എന്താണ് നെഫ്രോൺ? ഇതാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഏരിയയിൽ ചോദിക്കുന്നതാണ് എന്താണ് നെഫ്രോൺ? Structural and functional unit of kidney. അടിസ്ഥാനപരമായിട്ടും ഘടനാപരമായിട്ടുള്ള അല്ലെ എന്താണ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ സ്ട്രക്ചർ എടുത്ത് പരിശോധിച്ചാൽ, നെഫ്രോണും കിഡ്നിയുടെ ഘടന എടുത്ത് പരിശോധിച്ചാലും കിഡ്നിയുടെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വർക്കിംഗ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഇത് ചോദിക്കാറുണ്ട്, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് കോൾഡ് നെഫ്രോൺ. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് ഇത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. ഏതാണ്? സെല്ലാണ് അല്ലെ. ഒരു ജീവിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള, അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് കോശമാണ്. ഇവിടെ എന്താണ്? കിഡ്നിയുടെ അടിസ്ഥാനവും അല്ലെങ്കിൽ സ്ട്രക്ചറലും ഫങ്ഷണലും യൂണിറ്റ് ചോദിച്ചാൽ നെഫ്രോൺ ആണ്. ഇനിയിപ്പോ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ന്യൂറോണാണ്. പിന്നെ അടുത്തെന്താ പറഞ്ഞത് ഞാൻ? സെല്ല് അല്ലേ. സെല്ല് ഒരു ഓർഗാനിസത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ചോദിച്ചാൽ സെല്ലാണ്. അത് മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോയത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് കിഡ്നിയുടെ അനാറ്റമിയാണ്. അതിൽ ആദ്യം പറഞ്ഞ എന്താണ്? റീനൽ പെൽവിസ്. നമ്മൾ ചിത്രം കണ്ടു. ദ ബേസിൻ ലൈക്ക് ഏരിയ ദാറ്റ് കളക്ട്സ് യൂറിൻ ഫ്രം ദ നെഫ്രോൺസ്, ഇറ്റ് നാരോസ് ടു ദ അപ്പർ എൻഡ് ഓഫ് ദ യൂറിറ്റർ. എന്താണ് ഈ യൂറിറ്റർ? നമ്മൾ ട്യൂബ് കണ്ടില്ലേ, ആ ട്യൂബിന്റെ ഏറ്റവും മുകളിലെ പോർഷൻ ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്യൂബ് കണക്ട് ആവുന്ന ആ പോർഷൻ ആണ് എന്ന് പറയുന്നത് പെൽവിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കോർട്ടെക്സ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ ഔട്ടർ റീജിയൻ ഓഫ് ദ കിഡ്നി. എക്സ്റ്റൻഷൻസ് ഓഫ് ദ കോർട്ടിക്കൽ ടിഷ്യൂ കണ്ടെയ്ൻസ് അബൌട്ട് 1 million നെഫ്രോൺസ്. നെഫ്രോൺസിന്റെ കപ്പൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന പോർഷൻ ആണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതാണ് ഔട്ടർ പോർഷൻ. നെക്സ്റ്റ് നെഫ്രോൺ എന്താണ്? ദീസ് ആർ ദ ഫിൽട്രേഷൻ യൂണിറ്റ് അല്ലെ. കിഡ്നിയിലെ രക്തത്തെ അരിച്ചു മാറ്റാൻ സഹായിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്നത്. എന്താ കിഡ്നിയുടെ ഫങ്ഷൻ? രക്തത്തെ ശുദ്ധീകരിക്കുക അല്ലെ. രക്തത്തിലെ വേണ്ടാത്ത മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താക്കുക? അരിച്ച് ഒഴിവാക്കുക അല്ലെ. അത് എന്നിട്ട് എന്താക്കും? അരിച്ച് കിട്ടുന്ന ആ സാധനം മൂത്രമായിട്ട് പുറത്തേക്ക് കളയും. അപ്പൊ അങ്ങനെ അരിക്കലിനെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ഫിൽട്രേഷന് സഹായിക്കുന്ന യൂണിറ്റ്. അപ്പൊ നെഫ്രോൺ എന്താണ് അറിയപ്പെടുന്നത്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആണ്. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആണ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്നത്.
നെക്സ്റ്റ്, the medulla is the inner region of the kidney that contains 8 to 12 renal pyramids. The pyramids empty into the calyx. ഇപ്പൊ എന്താ പറയുന്നത്? മെഡുലയിൽ വരുന്ന മെഡുല എന്ന് പറയുന്നത് കോർട്ടക്സ് കഴിഞ്ഞ ഉള്ളിലുള്ള പോർഷൻ ആണ് എന്ന് പറയുന്നത് മെഡുല. മെഡുലയിലാണ് ഏത് കാണപ്പെടുന്നത്? പിരമിഡ്സ് കാണാം. റീനൽ പിരമിഡ്സ്. ഇതാണ് റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ആ റീനൽ പിരമിഡ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? മെഡുലയില്. Renal pyramids contain the nephrons, which are the functional unit of the kidney that filter blood and produce urine. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എന്താന്ന് വെച്ചാല് കിഡ്നിയുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. നെഫ്രോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു കപ്പ് പോലത്തെ പോർഷനും പിന്നെ ഒരു ട്യൂബ്. ഇതാണ് എന്ന് പറയുന്നത് നെഫ്രോണിന്റെ പോർഷൻ അല്ലെ. കപ്പ് പോലത്തെ പോർഷനും അതുപോലെ തന്നെ ഒരു ട്യൂബ്. ഇതാണ് നെഫ്രോൺ അല്ലെ. ഇതാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ കപ്പ് സ്ഥിതി ചെയ്യുന്നത് കോർട്ടക്സിലാണ്. ഈ ബാക്കി ഭാഗം ട്യൂബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ഇതാണ് നമ്മളെ മെഡുലയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം മെഡുലയുടെ ഭാഗമായിട്ടുള്ള പിരമിഡിലൊക്കെ എന്താ ഉണ്ടാവുക? ഈ നെഫ്രോണിന്റെ കപ്പല്ലാത്ത ബാക്കി ആ ട്യൂബ് പോർഷൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോ റീനൽ പിരമിഡ് കണ്ടെയ്ൻസ് നെഫ്രോൺസ് വിച്ച് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ് ദാറ്റ് ഫിൽട്ടർ ബ്ലഡ് ആൻഡ് പ്രൊഡ്യൂസ് യൂറിൻ. The ureter collect filtrate and urine from the renal pelvis and takes it to the bladder for urination. ഇതാണ് യൂറിറ്റർ ആണ് പിന്നെ എന്താക്കുന്നത്? ഈ മൂത്രം കളക്ട് ചെയ്തിട്ട് അത് യൂറിറ്റർ വഴി യൂറിനറി ബ്ലാഡറിൽ നിറച്ചു വെച്ചിട്ട് എന്താക്കും? യൂറിറ്റർ വഴി പുറത്തേക്ക് കളയും. ഇവിടെ പറഞ്ഞത് എന്താ നമുക്ക് നോക്കാം. എന്താണ്? കിഡ്നി അല്ലെ. കിഡ്നിയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? രക്തത്തിന്റെ അരിക്കല് നടക്കുന്നത്. അപ്പൊ യൂറിൻ ഫോം ചെയ്തു. ഇതാണ് ഏകദേശം പെൽവിസ് എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ പെൽവിസ് വഴി ഇതെങ്ങോട്ടേക്ക്? യൂറിറ്ററിൽ കൂടെ എവിടെ എത്തുന്നു? യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. യൂറിനറി ബ്ലാഡർ ഫുൾ ആകുന്ന സമയത്ത് അത് യൂറിറ്റർ വഴി പുറത്തേക്ക്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ മെഡുലയിൽ എന്താണുള്ളത്? മെഡുലയിൽ നെഫ്രോണിന്റെ പോർഷൻ തന്നെയാണ്. കോർട്ടക്സിൽ നെഫ്രോണിന്റെ പോർഷൻ ഉണ്ട് അല്ലെ. മെഡുലയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് എന്താ നമ്മൾ പറയാ? പിരമിഡ് ആണെന്ന് പറയാം. പിരമിഡ് contain nephrons which are the functional unit of the kidneys. The ureter collect filtrate and urine from the renal pelvis and takes it to the blood for urine. അപ്പൊ ഇവിടെ നമ്മൾ പോർഷൻ നോക്കാം. ഒന്നുകൂടെ പറയാം. അതായത് കിഡ്നിയുടെ അനാറ്റമി നോക്കുന്ന സമയത്ത് എന്താണ്? കോർട്ടക്സ് എന്ന് പറയുന്നത് ഔട്ടർ പോർഷൻ അല്ലേ. ഔട്ടർ പോർഷൻ പറയുന്ന പേരാണ് എന്ത്? കോർട്ടക്സ്. ഇന്നർ പോർഷൻ പറയുന്ന പേരാണ് എന്ത്? മെഡുല. മെഡുലയിലാണ് എന്ത് ചെയ്യുന്നത്? പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കോർട്ടക്സിലാണ് ഈ നെഫ്രോണിന്റെ കപ്പ് പോലുള്ള ഭാഗം സ്ഥിതി ചെയ്യുന്നത്. എന്നാല് ട്യൂബ് ഭാഗങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെഡുലയില് ആണ്. പിന്നെ ഇതാണ് യൂറിറ്റ്. നമ്മൾ പറഞ്ഞില്ല പെൽവിസ് ആണ് ഇത് യൂറിൻ കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു നെഫ്രോൺ ഒന്നുമില്ല, ഒരുപാട് നെഫ്രോൺ ഉണ്ടാവില്ലേ. ആ നെഫ്രോൺ എന്നൊക്കെ യൂറിൻ കളക്ട് ചെയ്യുന്ന ആ ബേസിലേക്ക് പോർഷനാണ് എന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ നേരത്തെ പെൽവിസ് അല്ലെ. റീനൽ പെൽവിസ് എന്ന് പറയുന്നത് അല്ലെ. റീനൽ പെൽവിസ് ഈ പോർഷൻ റീനൽ പെൽവിസ് അല്ലെ. അപ്പൊ നെഫ്രോണുകൾ ഇന്ന് യൂറിൻ കളക്ട് ചെയ്യുന്ന പോർഷനാണ് എന്ന് പറയുന്നത് റീനൽ പെൽവിസ്. അപ്പൊ റീനൽ പെൽവിസിൽ നിന്നും യൂറിറ്ററിലേക്ക് എന്താവും? ബ്ലഡ് അല്ലെ യൂറിൻ ഫ്ലോ ചെയ്യും കേട്ടോ. അപ്പൊ മൂത്രം നെഫ്രോണിൽ മൂത്രം രൂപപ്പെട്ട് കഴിഞ്ഞാല് അത് പെൽവിസിൽ കളക്ട് ചെയ്യപ്പെടുന്നു. അത് യൂറിറ്ററിൽ കൂടെ യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നെഫ്രോണിന്റെ കപ്പ് പോലുള്ള ഭാഗം കോർട്ടക്സിലും ട്യൂബ് എവിടെയുള്ളത്? പിരമിഡ്, റീനൽ പിരമിഡ് അല്ലെങ്കിൽ എവിടെയുള്ളത്? നമ്മുടെ മെഡുലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ റീനൽ വെയിൻ ആണ് എന്ത് കൊടുക്കുന്നത്? കിഡ്നിയിലേക്ക് യൂറിൻ കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നത് റീനൽ ആർട്ടറി കേട്ടോ. ശ്രദ്ധിക്കണേ. കിഡ്നിയിലേക്ക് യൂറിൻ കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നത് റീനൽ ആർട്ടറി. കിഡ്നിയിൽ നിന്നും റീനൽ ആർട്ടറി എന്ന് പറയുന്നത് കിഡ്നിയിലേക്ക് യൂറിനല്ല ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് ഏത്? റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. അയോട്ടയുടെ ഭാഗം. ഇനി അരിക്കലെല്ലാം കഴിഞ്ഞ് ശുദ്ധീകരിച്ച ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? റീനൽ വെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാറിപ്പോവരുതേ. വെയിൻ എന്നൊക്കെ കണ്ടിട്ട് അതാണ് അങ്ങോട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കരുത്. റീനൽ ആർട്ടറി ആണ് എന്ത് കൊടുക്കുന്നത്? കിഡ്നിയിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ശുദ്ധീകരിച്ച ശേഷം രക്തത്തെ തിരിച്ചു കൊണ്ടുപോരുന്നത് റീനൽ വെയിൻ ആണ് കേട്ടോ. മാറിപ്പോയത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. അങ്ങോട്ട് കൊടുക്കുന്നത് റീനൽ ആർട്ടറി ആണ്. ശുദ്ധീകരിച്ച രക്തത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് റീനൽ വെയിൻ ആണ്. ഓക്കെ.
ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പം കിഡ്നിയുടെ പുറം ഭാഗമാണ് കോർട്ടെക്സ്, ഉൾഭാഗം മെഡുലയാണ്. പിന്നെ ഒരുപാട് നെഫ്രോൺസ്, ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോൺസ് ഉണ്ടാവും. അപ്പൊ ആ നെഫ്രോൺസിന്റെ കപ്പ് പോലെയുള്ള ഭാഗം കോർട്ടെക്സിലും, അത് ട്യൂബും ലൈക്ക് പോർഷൻ ഉള്ളത് എവിടെയാണ്? നമ്മുടെ മെഡുലയിലാണുള്ളത്. അപ്പോൾ മെഡുലയില് ഈ യൂറിറ്ററിനോട് ചേർന്ന ഭാഗത്ത് ആണ് പെൽവിസ് ഉള്ളത്. അവിടെയാണ് യൂറിൻ കലക്ട് ആവുന്നത്. എന്നിട്ട് അത് യൂറിറ്റർ വഴി എങ്ങോട്ട് എത്തുന്നു? യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുന്നു. പിന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി കിഡ്നിയിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറിയാണ്. ശുദ്ധീകരിച്ച്, അതായത് അരിച്ചു കഴിഞ്ഞ രക്തത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് റീനൽ വെയിൻ. അപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് നെഫ്രോണിന്റെ അനാറ്റമിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നെഫ്രോണിനെ പറ്റി എന്ത് പറഞ്ഞു? ഒരു കപ്പ് പോലത്തെ പോർഷൻ ഉണ്ട് അല്ലെ, പിന്നെന്താണ്? ട്യൂബ് ലൈക്ക് പോർഷനും ഉണ്ട് അല്ലെ. അപ്പൊ കപ്പ് പോലെയുള്ള ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ. അത് ഓർമ്മിച്ച് വെക്കണേ. നെഫ്രോണിന്റെ കപ്പ് പോലെയുള്ള പോർഷന് പറയുന്ന പേരാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ. ബൊമൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, ബാക്കി എന്താണത്? ട്യൂബാണ്. അപ്പൊ അരിക്കൽ പ്രക്രിയ ഒക്കെ നടക്കുന്നത് എവിടെയാണ്? ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലാണ് എന്ത് നടക്കുന്നത്? ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ നടക്കുന്ന പോർഷൻ എവിടെയാണ്? ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലാണ്. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. നെഫ്രോൺ അനാറ്റമി അല്ലേ, നമ്മൾ പറഞ്ഞു ഒരു കിഡ്നിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് ആണ്, വർക്കിംഗ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്നത്. ഏകദേശം 12 ലക്ഷത്തോളം നെഫ്രോൺ കാണും. അപ്പൊ ഇവരെല്ലാം ബ്ലഡിനെ എന്താക്കും? അരിക്കും. അരിച്ചിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? ഫിൽട്രേറ്റ് രൂപപ്പെടുന്നത്. ആ ഫിൽട്രേറ്റിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? മൂത്രം രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോ റീനൽ ആർട്ടറി, ഇറ്റ് ബ്രിങ്സ് വേസ്റ്റ് ഫിൽഡ് ബ്ലഡ് ഫ്രം ദ അയോട്ട ടു ദ കിഡ്നി ഫോർ ഫിൽട്ടറിങ് ഇൻ ദ നെഫ്രോൺ. അപ്പൊ റീനൽ ആർട്ടറി ആണ് എന്താക്കുന്നത്? അതായത് അരിക്കേണ്ട രക്തത്തെ കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറി. ഇനി അടുത്തെന്താണ്? ഗ്ലോമറുലസ് അപ്പാരറ്റസ്. ഈച്ച് ഗ്ലോമറുലസ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് സറൗണ്ടഡ് ബൈ ബൊമൻസ് ക്യാപ്സ്യൂൾ. ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഈസ് അൾട്രാ ഫിൽട്രേഷൻ. അതായത് ബൊമൻസ് ക്യാപ്സ്യൂൾ ഞാൻ പറഞ്ഞല്ലോ, കപ്പ് പോലെയുള്ള ഭാഗം. അപ്പൊ ഈ ഇതിനകത്തേക്ക് ഒരു ബ്ലഡ് വെസൽ പോകുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് അഫറന്റ് വെസൽ. അഫറന്റ് വെസൽ, അതായത് റീനൽ ആർട്ടറിയുടെ ഭാഗമായിട്ടുള്ള അഫറന്റ് വെസലാണ് രക്തത്തെ ബൊമൻസ് ക്യാപ്സ്യൂളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ അഫറന്റ് വെസൽ രക്തത്തെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ഉള്ളിൽ വെച്ചിട്ട് അതെന്താകുന്നറിയോ? ബ്രാഞ്ചസ് ആയിട്ട് പിരിയും. അഫറന്റ് വെസൽ ബ്രാഞ്ചസ് ആയിട്ട് പിരിയും. അപ്പൊ ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ വെച്ച് അഫറന്റ് വെസൽ ബ്രാഞ്ചസ് ആയിട്ട് പിരിഞ്ഞു കഴിഞ്ഞാല് അതിന് പറയുന്ന പേരാണ് എന്ത്? ഗ്ലോമറുലസ്. എന്താണ്? ഗ്ലോമറുലസ്. ഈച്ച് ഗ്ലോമറുലസ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് സറൗണ്ടഡ് ബൈ ബൊമൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ പറയുന്ന ബൊമൻസ് ക്യാപ്സ്യൂളിലേക്ക് രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി പോയ രക്തക്കുഴല് ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലോമറുലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് രക്തം കൊണ്ടുപോകുന്നത് ആരാണ്? അഫറന്റ് വെസലാണ്. തിരിച്ച് രക്തം കൊണ്ടുവരുന്നത് ആരാണ്? ഇഫറന്റ് വെസലാണ്. അപ്പൊ അത് ഓർമ്മിക്കണേ, ഇഫറന്റ്. അങ്ങോട്ട് അഫറന്റ്, ഇങ്ങോട്ടേക്ക് തിരിച്ച്, അതായത് ശുദ്ധീകരിച്ച രക്തത്തെ കൊണ്ടുവരുന്നത് ഇഫറന്റ് വെസലാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കാം കേട്ടോ. ബൊമൻസ് ക്യാപ്സ്യൂൾ എന്ത് പറഞ്ഞു? നമ്മളെ നെഫ്രോണിന്റെ കപ്പ് പോലെയുള്ള പോർഷൻ ആണ് എന്ന് പറയുന്നത്. കപ്പ് പോലെയുള്ള പോർഷൻ ആണ് ബൊമൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഇതിനുള്ളിലേക്ക് ശുദ്ധീകരിക്കുന്ന രക്തക്കുഴൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ രക്തക്കുഴൽ ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നു. അതിന് പറയുന്ന പേരാണ് എന്ത്? ഗ്ലോമറുലസ്. അപ്പൊ ആ ഗ്ലോമറുലസ് പിരിഞ്ഞ ശേഷം അത് വീണ്ടും എന്താണ്? യോജിച്ച് ഒരു രക്തക്കുഴലായിട്ട് പുറത്തേക്ക് വരും. അതായത് ശുദ്ധീകരിച്ച രക്തം പുറത്തേക്ക് വരും. ആ കുഴലിന് പറയുന്ന പേരാണ് എന്ത്? ഇഫറന്റ് വെസൽ. അപ്പൊ അങ്ങോട്ടും രക്തം കൊടുക്കുന്നത് അഫറന്റ് വെസൽ, ശുദ്ധീകരിച്ച രക്തത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇഫറന്റ് വെസൽ. ഓക്കെ, അപ്പൊ ഫിൽട്രേഷൻ നടക്കുന്ന പോർഷൻ ആണ് എന്ന് പറയുന്നത് ഗ്ലോമറുലസ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. ഫിൽട്രേഷൻ നടക്കുന്ന പോർഷൻ ആണ് ഗ്ലോമറുലസ് അപ്പാരറ്റസ്. ദ ഗ്ലോമറുലസ് ആൻഡ് ബൊമൻസ് ക്യാപ്സ്യൂൾ ഇസ് ടുഗദർ കോൾഡ് റീനൽ ക്യാപ്സ്യൂൾ. ഇനി ശ്രദ്ധിക്കുക, റീനൽ ക്യാപ്സ്യൂൾ എന്നറിയപ്പെടുന്നത് എന്ത്? ഗ്ലോമറുലസും ബൊമൻസ് ക്യാപ്സ്യൂൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? റീനൽ ക്യാപ്സ്യൂൾ. ഗ്ലോമറുലസും ബൊമൻസ് ക്യാപ്സ്യൂളും ഒരുമിച്ച് പറയുന്നത് എന്താണ്? റീനൽ ക്യാപ്സ്യൂൾ. രണ്ടിനെ ചേർത്ത് പറയുന്നതാണ് റീനൽ ക്യാപ്സ്യൂൾ. നെക്സ്റ്റ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, PCT. നോക്കിക്കേ, ഇതാണിതാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റീനൽ ആർട്ടറി അല്ലെ, ശുദ്ധീകരിക്കേണ്ട രക്തം, അതായത് മാലിന്യങ്ങളൊക്കെയുള്ള രക്തം. അത് റീനൽ ആർട്ടറി, അയോട്ടന്റെ ഭാഗമാണിത്. ഇതിലാണുള്ളത്.
അപ്പൊ ഈ റെഡ് കളറുള്ള രക്തക്കുഴൽ, അപ്പൊ ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? ഈ കപ്പ് പോലെയുള്ള പോർഷൻ, ബൊമൻസ് ക്യാപ്സ്യൂൾ അല്ലെ, അതിനകത്തേക്ക് പോകും. അവിടെ വെച്ച് ഇത് ബ്രാഞ്ചസ് ആയിട്ട് പിരിയും. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത് കേട്ടോ. റീനൽ ആർട്ടറി ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലോമറുലസ്. അപ്പൊ റീനൽ ആർട്ടറിയുടെ ഭാഗമായിട്ട് ബൊമൻസ് ക്യാപ്സ്യൂൾ ഉള്ളിലേക്ക് എത്തുന്ന രക്തക്കുഴലാണ് ഏത്? അഫറന്റ് ആർട്ടീരിയോൾ അല്ലെങ്കിൽ അഫറന്റ് വെസൽ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അഫറന്റ്. ഇനി ഇത് ബ്രാഞ്ചസ് പിരിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഫിൽട്രേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് രക്തം വരുന്നതാണ് ഏത് വഴി? ഇഫറന്റ് വെസൽ. അത് ഏതിന്റെ ഭാഗമാണ്? അത് റീനൽ വെയിന്റെ ഭാഗമാണ്. ഇഫറന്റ് വെസൽ അത് ഏതിന്റെ ഭാഗമാണ്? റീനൽ വെയിൻ. റീനൽ വെയിൻ ഇവിടെ നീല കളർ കൊടുത്തിട്ടുണ്ട്, റീനൽ വെയിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് അഫറന്റ് വെസലാണ്, അത് ഏതിന്റെ ഭാഗമാണ്? റീനൽ ആർട്ടറിയുടെ ഭാഗമാണ്. ഇങ്ങോട്ട് വരുന്നത് ഇഫറന്റ് വെസലാണ്, അത് ഏതിന്റെ ഭാഗമാണ്? റീനൽ വെയിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പം മാറിപ്പോവരുത്, തെറ്റിപ്പോവരുത്. ഇനി നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഗ്ലോമറുലസ് ആണ്. ഇനി അതിന്റെ ട്യൂബുകളാണ് ഈ കൊടുത്തത് അല്ലെ. നെഫ്രോണിന് ലോങ് ട്യൂബ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. അത് ഏതുമായി കണക്റ്റഡ് ആണ്? ഇത് കളക്ടിങ് ട്യൂബുമായിട്ട് കണക്ട്, അതായത് യൂറിൻ കളക്ട് ചെയ്യുന്ന ട്യൂബുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. കളക്ടിങ് ട്യൂബുമായിട്ട് കണക്ട്. അപ്പൊ നോക്കിക്കേ, അപ്പൊ എന്താണ്? അഫറന്റ് വെസലായി, ഗ്ലോമറുലസ് ആയി, ഇഫറന്റ് വെസലായി അല്ലെ. ഈ കപ്പിന് പറയുന്ന പേര് ബൊമൻസ് ക്യാപ്സ്യൂൾ, ബാക്കി ട്യൂബാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് കപ്പിനോട് അടുത്തുള്ള ട്യൂബിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, PCT എന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, PCT ഉണ്ട്, DCT ഉണ്ട് അല്ലെ. PCT ഉണ്ട്, DCT ഉണ്ട്. അപ്പൊ ആദ്യം കപ്പിനോട് അടുത്ത ഭാഗം PCT, പിന്നെ അങ്ങോട്ട് ട്യൂബിനോട് അടുത്ത ഭാഗമാണ് ഇത് DCT അല്ലെങ്കിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, കളക്ടിങ് ട്യൂബിന് അടുത്തുള്ളത് DCT ആണ്. വുമൻസ് ക്യാപ്സ്യൂളിന്റെ കപ്പിനകത്ത് അടുത്തുള്ളത് എന്താണ്? ഈ പറയുന്ന PCT ആണ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ് ആണ് കേട്ടോ. അപ്പൊ അത് തെറ്റിപ്പോയത്. The loop of Henle, this descending limb of the loop of Henle and thick ascending limb of the loop of Henle. The capillary supplying the blood to the loop of Henle is called vasa recta. നോക്കിക്കേ, അതാ ഇങ്ങനെ ട്യൂബ് ദേ ഇവിടുന്ന് വുമൻസ് ക്യാപ്സ്യൂളിന്റെ ഇങ്ങനെ ട്യൂബ് വന്ന് ഇവിടെ ഇങ്ങനെ അസെൻഡിങ് ഇതിൽ കാണാം അല്ലെ, കാണാം. എന്താണിത്? ഇതിനാണ് നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത്. എന്താണ് വിളിക്കുക? ലൂപ്പ് ഓഫ് ഹെൻലി. അത് അസെൻഡിങ് പോർഷൻ ആണ് എന്ന് പറയുന്നത്. അസെൻഡിങ് പോർഷൻ ആണ് ഇതെന്താണ്? ഡിസെൻഡിങ് പോർഷൻ ആണ് അല്ലെ. ഡിസെൻഡിങ് പോർഷൻ ഓഫ് ലിംബാണ്. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇതെന്താണ്? അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പൊ ഇവിടെ അരിക്കല് നടന്നാൽ ഇങ്ങനെ ഫിൽട്രേറ്റ് വരും അല്ലെ. അപ്പൊ ഫിൽട്രേറ്റ് താഴേക്ക് ഇറങ്ങുന്ന പോർഷൻ ആണ് എന്ത് വിളിക്കുന്നത്? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അങ്ങനെ ഫിൽട്ടർ ചെയ്ത ദ്രാവകം ഇങ്ങനെ മേലോക്കി പോകും അല്ലെ, ട്യൂബിന്റെ ഇങ്ങനെ പോകുന്നില്ലേ, അങ്ങനെ കയറി പോകുന്ന പോർഷൻ ആണ് എന്ന് പറയുന്നത് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അപ്പം ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും ചേർന്നതാണ് എന്ന് പറയുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത്. ഇനി ലൂപ്പ് ഓഫ് ഹെൻലി എന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ നെഫ്രോൺ, ന്യൂറോൺ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എന്തിന്റെയാണ്? നെഫ്രോണിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, പിന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ഇപ്പൊ കണ്ടല്ലോ. അതായത് ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ അല്ലെ, ഇതാണ് നമ്മുടെ നെഫ്രോൺ. കപ്പ് പോലുള്ള പോർഷൻ ബൊമൻസ് ക്യാപ്സ്യൂൾ. ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ അടുത്തുള്ള ട്യൂബാണ്, ട്യൂബിന്റെ ഭാഗമാണ് ഏത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ അല്ലെങ്കിൽ PCT. അവിടെ നിന്ന് ഇങ്ങനെ ട്യൂബ് വന്ന് കളക്ടിങ് ഡക്റ്റിന് അടുത്ത് എത്താനായിട്ടുള്ള ഈ പറയുന്ന നമ്മളെ നെഫ്രോണിന്റെ ട്യൂബിന്റെ പോർഷൻ ആണ് എന്ന് പറയുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ അല്ലെങ്കിൽ DCT. ഇനി അതിനിടയ്ക്കുള്ള ഒരു പോർഷൻ ആണ് എന്ന് പറയുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി. അതിന് താഴേക്ക് ഫിൽട്രേറ്റ് ഇറങ്ങുന്ന പോർഷൻ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇത് മേലേക്ക് പോകുന്ന പോർഷൻ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഓക്കെ, ഇനി റീനൽ വെയിൻ നമ്മൾ പറഞ്ഞു. വെൻ ഫിൽട്രേഷൻ ഇസ് കംപ്ലീറ്റ്, ബ്ലഡ് ലീവ്സ് ദ നെഫ്രോൺ ടു ജോയിൻ ദ റീനൽ വെയിൻ വിച്ച് റിമൂവ്സ് ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഫ്രം ദ കിഡ്നി. അപ്പൊ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. എന്താണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? എന്താണ്? അഫറന്റ് വെസലാണ്. അപ്പൊ അഫറന്റ് വെസൽ ഏതിന്റെ ഭാഗം? റീനൽ ആർട്ടറിയുടെ ഭാഗമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിൽട്ടർ ചെയ്യേണ്ട രക്തം കൊണ്ടുപോകുന്നത് ആർട്ടറിയാണ്, റീനൽ ആർട്ടറിയാണ്. ഫിൽട്ടർ ചെയ്ത കഴിഞ്ഞ ശേഷമുള്ള രക്തം കൊണ്ടുവരുന്നത് റീനൽ വെയിൻ ആണ്. Next, arterioles. Blood is brought to and carried away from the glomerular capillaries by
two very small blood vessels which are the different and efferent arterioles. അപ്പൊ അത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മൾ ബൊമൻസ് ക്യാപ്സ്യൂൾ ആണെങ്കിൽ നമ്മൾ കപ്പ് പോലുള്ള പോഷൻ അതിനകത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് അഫറന്റ് വെസൽ. അതിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന വെസലാണ് ഇഫറന്റ് വെസൽ. അഫറന്റ് വെസൽ എന്തിന്റെ ഭാഗമാണ്? അഫറന്റ് വെസൽ റീനൽ ആർട്ടറിയുടെ ഭാഗമാണ്. ഇഫറന്റ് വെസൽ റീനൽ വെയിനിന്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങോട്ട് കൊടുക്കുന്നതിലാണ് മാലിന്യങ്ങൾ ഉള്ളത്. ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞു, അരിച്ചൊക്കെ മാറ്റി. അപ്പോൾ ഉള്ള രക്തമാണ് എന്ന് പറയുന്നത് ഇഫറന്റ് വെസലിൽ കൂടെ റീനൽ വെയിനിലേക്ക് പോകും. നെക്സ്റ്റ് വാസാറെക്ട അല്ലെ. വാസാറെക്ട എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വാസാറെക്ട ആർ U-shaped, hairpin shaped blood capillaries that run parallel to the loop of Henle in the kidneys medulla. ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലലായിട്ട് സ്ഥിതി ചെയ്യുന്ന രക്തക്കുഴലിന് പറയുന്ന പേരാണ് എന്ത്? വാസാറെക്ട കേട്ടോ. ലൂപ്പ് ഓഫ് ഹെൻലി ആണ് ഇത് അല്ലെ. അതിന് പാരലായിട്ട് കാണപ്പെടുന്ന എന്താണ് രക്തക്കുഴലിന് പറയുന്ന പേരാണ് എന്ത്? വാസാറെക്ട. എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻ ഒക്കെ നോക്കാം. വാസാറെക്ട എന്താന്ന് പറഞ്ഞില്ലേ? റൺ പാരലൽ ടു ദ ലൂപ്പ് ഓഫ് ഹെൻലി ഇൻ ദ കിഡ്നീസ് മെഡുല. നോട്ട് ഓൺലി ഡു ദ വാസാറെക്ട ബ്രിങ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ മെഡുലറി നെഫ്രോൺ സെഗ്മെന്റ്സ്, but they also remove the water and solute that is continuously added to the medullary interstitium by these nephron segments. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ചിത്രത്തില് അതായത് ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും ആര് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന വാസാറെക്ട കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങോട്ടേക്ക് സെക്രീഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളും റിമൂവും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, യൂറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? വാസാറെക്ട എന്ന് പറയുന്നത്. പേരെന്താണ്? വാസാറെക്ട. ഒരു രക്തക്കുഴലാണ്. ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പാരലായിട്ട് ചെയ്യുന്ന രക്തക്കുഴലാണ്. അങ്ങോട്ട് പിന്നെ നമ്മളെ പറഞ്ഞ ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നിന്നും സാധനങ്ങൾ റിമൂവ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? വാസാറെക്ട സഹായിക്കുന്നുണ്ട്. അപ്പൊ നോട്ട് ഓൺലി ഡു ദ വാസാറെക്ട ബ്രിങ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ മെഡുലറി നെഫ്രോൺ സെഗ്മെന്റ്സ്, ബട്ട് ദേ ഓൾസോ റിമൂവ് വാട്ടർ ആൻഡ് സൊല്യൂട്ട് ദാറ്റ് ഈസ് കണ്ടിന്യൂസ് മെഡുലറി ഇന്റർസ്റ്റിഷ്യം ബൈ ദീസ് നെഫ്രോൺ സെഗ്മെന്റ്. ഇങ്ങനെ തുടർച്ചയായിട്ട് എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിൽട്രേഷനും സെക്രീഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താണ് ഇതിൽ അടുത്ത് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് പറഞ്ഞു തരാം, ബാക്കി ഭാഗങ്ങളിലൂടെ പറഞ്ഞിട്ട്. ഇതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എന്താണ്? ഇതാണ് നെഫ്രോൺ, ബേസിക് യൂണിറ്റ് ആണ്. അപ്പൊ അതില് കപ്പ് പോലുള്ള പോർഷനാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ എന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് ഇതുള്ളത്, ഗ്ലോമറുലസ് ഉള്ളത്. അരിക്കൽ പ്രക്രിയ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ ഗ്ലോമറുലസിലാണ് നടക്കുന്നത്. അരിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ബൊമൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ ഗ്ലോമറുലസിലാണ് നടക്കുന്നത്. അപ്പൊ ഗ്ലോമറുലസിലേക്ക് പോകുന്നത് അഫറന്റ് വെസൽ അല്ലെങ്കിൽ അഫറന്റ് ആർട്ടീരിയോൾ ആണ്. അവിടുന്ന് പുറത്തേക്ക് ശുദ്ധീകരിച്ച രക്തത്തെ കൊണ്ടുവരുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ ആണ്. അപ്പൊ ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ ട്യൂബിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്, നമ്മളുടെ ഫിൽട്രേറ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാം ബാക്കി നോക്കിയിട്ട്. റീനൽ ക്യാപ്സ്യൂൾ, ദ ഫങ്ഷൻസ് ഓഫ് നെഫ്രോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ദ ബ്ലഡ് ക്യാരിയഡ് ബൈ ദ അഫറന്റ് ആർട്ടീരിയോൾ ഇൻ ടു ദ ഗ്ലോമറുലസ്. ദ പ്രഷർ ക്രിയേറ്റഡ് പുഷസ് സ്മോൾ മോളിക്യൂൾസ് ത്രൂ ദ കാപ്പിലറീസ് ആൻഡ് ഇൻ ടു ദ ഗ്ലോമറുലർ ക്യാപ്സ്യൂൾ. ഇനി this separates water ions and small molecules from the blood, filter out waste and toxins and return needed molecules to the blood. This is called ultrafiltration. This substance lacking the blood cells and large molecules in the bloodstream is known as an ultrafiltrate. The ultrafiltrate travels through the various loops of the nephron. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? റീനൽ എന്താണ് വർക്കിംഗ്? അപ്പൊ നമ്മൾ പറഞ്ഞു അഫറന്റ് വെസലില് നമ്മളെ ശുദ്ധീകരിക്കേണ്ട രക്തം ഇതിനുള്ളിലെത്തും. അപ്പൊ ഇതിനുള്ളില് അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിൽ ഈ ഡയമീറ്റർ വ്യത്യാസമുണ്ട്. അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിൽ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഒരു പ്രഷർ ഡിഫറൻസ് വരും അല്ലെ. വ്യാപ്തം കൂടുന്നതും കുറയുന്നതനുസരിച്ച് പ്രഷർ ഡിഫറൻസ് വരും. അപ്പൊ ആ കൂടിയ പ്രഷർ വരുന്ന സമയത്ത് അത് പ്രഷർ ഡിഫറൻസ് കൊണ്ട് നമ്മുടെ രക്തത്തിലെ ശുദ്ധീകരിക്കേണ്ട രക്തത്തിലെ എന്താ പറയാ മോളിക്യൂൾസ് ഒക്കെ എന്താണ് അതിന്റെ ഭിത്തിയിൽ കൂടെ താഴേക്ക് ഇറങ്ങും. രക്തക്കുഴലിന്റെ ഭിത്തിയിലൂടെ താഴേക്ക് ഇറങ്ങും.
അപ്പൊ അത് എവിടെ ഈ ബൊമൻസ് ക്യാപ്സ്യൂളിൽ 2 സ്ഥലങ്ങളുണ്ട്. അതിനിടയിലുള്ള സ്പേസിലേക്ക് ഇല്ലെ, ഈ സ്പേസിലേക്കാണ് എന്താക്കുന്നത്, ശേഖരിക്കപ്പെടുന്നത്. ആ സ്പേസിന് പറയുന്ന പേരാണ് ക്യാപ്സുലാർ സ്പേസ്. ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരും എന്ത്, ഈ പറയുന്ന മോളിക്യൂൾസ് അല്ലെ, സാൾട്ടിന്റെ മോളിക്യൂൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിച്ചിറങ്ങി വരും. അപ്പൊ അത് എവിടെയാണ് ശേഖരിക്കപ്പെടുന്നത്? ക്യാപ്സുലാർ സ്പേസിലാണ് ശേഖരിക്കപ്പെടുന്നത്. ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ ഇരട്ട സ്ഥലത്തിനിടയിലുള്ള സ്ഥലത്തിനാണ് എന്ത് വിളിക്കുന്നത്? ക്യാപ്സുലാർ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. അതിലേക്കാണ് അരിച്ചിറങ്ങുന്നത്. അതാണ് ഈ പറഞ്ഞത് ബ്ലഡ് ക്യാരിയഡ്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ പിന്നെ പ്രഷർ ഡിഫറൻസ് വന്നത്? അതായത് അഫറന്റ് വെസലിന്റെയും ഡിഫറന്റ് വെസലിന്റെയും വ്യാസം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്താണ് അരിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഫിൽട്രേഷൻ അവിടെ നടക്കുന്നത് കേട്ടോ. ഗ്ലോമറുലസിൽ ഫിൽട്രേഷൻ നടക്കുന്നത്. ദിസ് സെപ്പറേറ്റ്സ് വാട്ടർ, അയോൺസ് ആൻഡ് സ്മോൾ മോളിക്യൂൾസ് ഫ്രം ദ ബ്ലഡ്, filter out waste and toxins and return needed molecules to the blood. This is called ultrafiltration. എന്താണ് ആവശ്യമായ, അതായത് നമ്മളെ ശരീരത്തിന് വേണ്ടാത്ത ടോക്സിക് വസ്തുക്കള്, പിന്നെ അയോൺസ്, കൂടുതലായിട്ടുള്ള ജലം, ഇതെല്ലാം എന്താവും അരിച്ചിറങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ്? ക്യാപ്സുലാർ സ്പേസിലേക്കാണ് ശേഖരിക്കപ്പെടുന്നത്. വൊമൻസ് ക്യാപ്സ്യൂളിന്റെ 2 സ്ഥലങ്ങൾ, മെംബ്രെയിൻസ് ആയിട്ടുള്ള സ്പേസ് ആണ് എന്ന് പറയുന്നത് ക്യാപ്സുലാർ സ്പേസ്. അങ്ങോട്ടേക്കാണ് അരിച്ചിറങ്ങുന്നത്. ആ അരിച്ചിറങ്ങുന്ന കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റ് ഇത് കിട്ടുന്ന ആ ദ്രാവകത്തിന് പറയുന്ന പേരാണ് എന്ത്? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ, ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ. For the substance lacking the blood cells and the large molecules in the bloodstream is known as ultrafiltrate. Ultrafiltration നടന്നു കിട്ടുന്ന മെറ്റീരിയൽ എന്താണ്? അൾട്രാഫിൽട്രേറ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് കേട്ടോ. ഏത് രൂപത്തിലാണ് എക്സാമിന് ചോദിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് ആൻസർ ചെയ്യാം. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്നാണ് പറയുന്നത്. അതിൽ എന്തുണ്ടാവില്ല? രക്തകോശങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബ്ലഡ് സെൽസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ വലിയ മോളിക്യൂൾസ് ഉണ്ടാവില്ല. അതിന്റെ സുഷിരത്തിൽ കൂടെ താഴോട്ട് അരിച്ചിറങ്ങുന്ന അയോണുകളും ഒക്കെയാണ് ഏതിൽ, വെള്ളവും ഒക്കെയാണ് ഇതിൽ ഉണ്ടാവുക, അതിനകത്ത് ഉണ്ടാവുക, ആ ഫിൽട്രേറ്റിൽ ഉണ്ടാവുക. The ultrafiltrate travels through the various loops of the nephron. നമ്മൾ നേരത്തെ കണ്ട എല്ലാ ലൂപ്പ് കൂടെ എന്ത് പോവും? ഈ പറയുന്ന ഫിൽട്രേറ്റ് പോവും. ഇനി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ് നിയറസ്റ്റ് ടു ദി ഗ്ലോമർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോമറുലസിന്റെ അടുത്തുള്ളതാണ് ഏത് ട്യൂബ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ് അല്ലെങ്കിൽ PCT. എന്നാൽ കളക്ടിങ് ട്യൂബിന്റെ അടുത്തുള്ളതാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ DCT അല്ലെ. കളക്ടിങ് ട്യൂബിന്റെ അടുത്തുള്ളത് TCT. എന്താണ് PCT? നിയറസ്റ്റ് ടു ദി ഗ്ലോമറുലസ്. They have permeable cell membranes that reabsorb glucose, amino acids, metabolites and electrolytes into nearby capillaries and allow for circulation of water. അപ്പം അതൊന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു യൂറിന്റെ ഫോർമേഷനകത്ത് 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണത്? അതായത് ഒന്ന് ഫിൽട്രേഷൻ ആണ് അല്ലെ. ഒന്ന് ഫിൽട്രേഷൻ ആണ്, ഫിൽട്രേഷൻ. രണ്ടാമത്തത് റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. പിന്നെ മൂന്നാമത്തത് എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂറിന്റെ ഫോർമേഷൻ, മൂത്രത്തിന്റെ രൂപപ്പെടലില് 3 സ്റ്റെപ്പുകൾ ഉണ്ട്. ഒന്ന് ഫിൽട്രേഷൻ ആണ്. ആ ഫിൽട്രേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. വ്യാസവ്യത്യാസം കൊണ്ട് പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അരിച്ചിറങ്ങുന്നു, ഫിൽട്രേറ്റ് ഉണ്ടാകുന്നു, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നു. അത് ബൊമൻസ് ക്യാപ്സ്യൂളിലെ ക്യാപ്സുലാർ സ്പേസിൽ ശേഖരിച്ച് വെക്കുന്നു അല്ലെ. അത് എന്നിട്ട് നമ്മൾ ആ ഈ കാണുന്ന നമ്മൾ ഈ ട്യൂബ് വഴി ഇങ്ങനെ ഫിൽട്രേറ്റ് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഈ ഒഴുകുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള ഈ പോർഷൻ പറയുന്ന പേരാണ് PCT. അവിടെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് എന്തുണ്ടാവും? അമിനോ ആസിഡ് ഉണ്ടാവും അല്ലെ. അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ജലം അല്ലെ, വാട്ടർ അല്ലെ, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ എന്താക്കും? കുറെയൊക്കെ റീഅബ്സോർബ് ചെയ്യും. എന്താക്കും? റീഅബ്സോർബ് ചെയ്യും, പുനരാകിരണം നടക്കും കേട്ടോ. കാരണം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ മൂത്രത്തിൽ എന്തുണ്ടാവില്ല? ഈ പറയുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്? അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ പൂർണ്ണമായിട്ട് എന്താവും? തിരിച്ച് അങ്ങ് അബ്സോർബ് ആവും. അതായത് ഇതിനെ ചുറ്റിപ്പറ്റി കുറെ രക്തക്കുഴൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന ഈ ഭാഗത്തുള്ള രക്തക്കുഴലുകളിലേക്ക്, അതായത് PCT ലെ ഈ വളവില്ലേ, ഇതിനാണ് എന്താ വിളിക്കുന്നത്? PCT ലെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്. അവിടെ വെച്ചിട്ട് എന്താണ്? അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ രക്തത്തിലേക്ക് തന്നെ എന്താക്കും? അതിനെ ചുറ്റിയിട്ട് കാണുന്നില്ലേ? ഇതിനെ ചുറ്റുന്ന രക്തക്കുഴലിലേക്ക് എന്താവും? റീഅബ്സോർബ് ആയിട്ട് ഓക്കെ പുനരാകിരണം നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞു യൂറിന്റെ ഫോർമേഷൻ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് എന്താണ് ഇവിടെ നടക്കുന്ന? ഫിൽട്രേഷൻ.
രണ്ടാമത്തെ എന്താണ് റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, മൂന്നാമത്തെ എന്താണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഇവിടെ റീ അബ്സോർപ്ഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ചില അയോൺസ് ഇതൊക്കെ എന്താണ് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. പിന്നെ വരുന്നത് സെക്രീഷൻ ആണ്. അതായത് നമുക്ക് ബാക്കി കൂടെ നോക്കിയിട്ട് പറയാം. Loop of Henle. When the filtrate reaches the descending limb of the loop, water content has been reduced by 70%. അപ്പൊ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ വെച്ചിട്ട് എന്ത് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു? അപ്പോഴത്തേക്ക് എന്ത് റീഅബ്സോർബ് ആവുന്നുണ്ട്? 70% വെള്ളം എന്തായി റീഅബ്സോർബ് ആയി കേട്ടോ. അപ്പൊ when the filtrate reaches the descending limb of the loop, water content has been reduced by 70%. അല്ലെ 70% വാട്ടർ കണ്ടന്റ് എന്തായി കുറഞ്ഞു പോയി. The filtrate contains high levels of salt, mostly sodium. അപ്പൊ ആ ലൂപ്പ് ഓഫ് ഹെൻലിയിലെ അടുത്തെത്തുന്ന സമയത്തേക്കും ഇതിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? നല്ല കൂടിയ കോൺസെൻട്രേഷൻ. അതായത് വെള്ളം എല്ലാം പിന്നെ എന്തായി തിരിച്ച് അബ്സോർബ് ആയി. അപ്പൊ കോൺസെൻട്രേഷൻ ഗാഢത എന്തായിരിക്കും? ആ സൊല്യൂട്ടിന്റെ അല്ല ഫിൽട്രേറ്റിന്റെ കൂടുതൽ ആയിരിക്കും. ഇനി അടുത്ത എന്താണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. അതായത് കലക്റ്റിംഗ് ട്യൂബിന്റെ അടുത്തേക്ക്, മൂത്രത്തിന്റെ കലക്റ്റിംഗ് ട്യൂബിന്റെ അടുത്തുള്ളതാണ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്ന് പറയുന്നത്. ദ ലൂപ്പ് ഓഫ് ഹെൻലി ലീഡ്സ് ടു ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ വിച്ച് ഇസ് വെർ ദ കിഡ്നി ഹോർമോൺസ് കോസ് ദെയർ എഫക്ട്. ഇപ്പൊ കിഡ്നി ഹോർമോൺസ് ഒക്കെ എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിലാണ്. Distal convoluted tubule leads to the collecting duct. The collecting duct together form the renal pelvis through which urine passes into the ureter and then into the urinary bladder. അപ്പൊ ഫിൽട്രേറ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്യൂബിലൂടെ, ഹെൻലി ട്യൂബ്. അപ്പൊ ലൂപ്പ് ഓഫ് ഹെൻലി എത്തുമ്പോഴത്തേക്ക് എന്താണ്? 70% വെള്ളവും റീ അബ്സോർബ് ആയി, ബാക്കിയേ ഉള്ളൂ. അപ്പൊ ഈ മൂത്രത്തിന്റെ കോൺസെൻട്രേഷൻ ഗാഢത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ വരികയാണിത് കേട്ടോ. അപ്പൊ അവിടെ എത്തി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ് വഴി എവിടെ എത്താണ്? കലക്റ്റിംഗ് ട്യൂബിലേക്ക് എത്താണ് കേട്ടോ. കലക്റ്റിംഗ് ട്യൂബിലേക്ക് എത്താണ്. എന്താണ്? അരിച്ചിറങ്ങിയ മെറ്റീരിയൽ ആണ് എത്തുന്നത്. അതിനിടയിൽ എന്ത് നടക്കുന്നുണ്ട്? അരിച്ചിറങ്ങിയ മെറ്റീരിയൽ ഇങ്ങനെ പോകുന്ന സമയത്ത് PCT എത്തുന്ന സമയത്ത് അവിടുന്ന് റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് കുറെ വെള്ളവും അതുപോലെ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ ഉണ്ട് അരിച്ചിറങ്ങിയിട്ടുണ്ടാവും. അതിനൊക്കെ തിരിച്ച് രക്തത്തിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. രക്തത്തിലേക്ക് റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ രക്തത്തിൽ അധികമുള്ള സാധനങ്ങൾ വീണ്ടും എങ്ങോട്ടേക്കും വരുന്നുണ്ട്? രക്തത്തിൽ അധികം, രക്തക്കുഴൽ അധികമുള്ള പിന്നെ അയോൺസും കാര്യങ്ങളൊക്കെ തിരിച്ച് ഈ ഫിൽട്രേറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സെക്രീഷനും അവിടെ നടക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. റീ അബ്സോർപ്ഷനും ഉണ്ട്, സെക്രീഷനും ഉണ്ട്. പിന്നെ ഈ ലൂപ്പ് ഓഫ് ഹെൻലി എത്തുമ്പോഴത്തേക്കും എന്തും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്? ജലവും അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ബാക്കി പോർഷനും എന്ത് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്? വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർമ്മിച്ച് വെക്കാം. ഇത് ഫിൽട്രേറ്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. The kidney collect and get rid of waste from the body in 3 steps. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 സ്റ്റെപ്പുകളിലായിട്ടാണ് കിഡ്നി പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. അപ്പൊ അതിന്റെ ഞാൻ 3 സ്റ്റെപ്പ് പറഞ്ഞില്ല. ഒന്നുകൂടെ എന്താണ്? വാട്ടറിന്റെ റീഅബ്സോർപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ കൊള്ളിച്ചതുകൊണ്ടാണ് പ്രത്യേകം കൊടുക്കാതിരുന്നത്. അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫിൽട്രേറ്റ് ഈസ് മെയ്ഡ് ആസ് ദ ബ്ലഡ് ഈസ് ഫിൽട്രേറ്റ് ത്രൂ എ കളക്ഷൻ ഓഫ് കാപ്പിലറീസ് ഇൻ ദ നെഫ്രോൺ കോൾഡ് ഗ്ലോമറുലൈ. Tubular reabsorption. The tubule in the nephrons reabsorb the filtrated blood in nearby blood vessels. Tubular secretion. The filtrate passes through the tubules to the collecting duct and then takes them to the bladder. അപ്പൊ നമുക്ക് മൊത്തത്തിൽ തന്നെ വർക്കിംഗ് ആ ഇമേജ് വെച്ചിട്ടൊന്നും പറയാം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് എന്ത് വേണം? നെഫ്രോൺ ആണ് കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നെഫ്രോണിന്റെ ഇമേജ് ആണ് ഈ കൊടുത്തത്. നെഫ്രോണിന്റെ കപ്പ് പോലുള്ള ഭാഗം എന്താണ്? ബൊമൻസ് ക്യാപ്സ്യൂൾ ആണ്, ട്യൂബ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലെ. ട്യൂബ് 3 ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ് PCT, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി, ഇതേ ഇങ്ങനെ താഴ്ന്നു വന്ന് കയറിപ്പോകുന്ന ഈ പോർഷൻ. പിന്നെന്താണ്? പിന്നെ ഈ മൂത്രത്തിന്റെ കളക്റ്റിംഗ് ട്യൂബിന് അടുത്തുള്ള ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ DCT. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ശുദ്ധീകരിക്കേണ്ട രക്തത്തെ കൊണ്ടുപോകുന്നത്, കിഡ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറി ആണ്. അതിന്റെ ഭാഗമാണ് അഫറന്റ് ആർട്ടീരിയോൾ, അല്ലെങ്കിൽ എന്താ പറയുക അഫറന്റ് വെസൽ എന്ന് പറയുന്നത്. അത് വുമൻസ് ക്യാപ്സ്യൂളിലേക്ക് പോകുന്നു. അവിടെ വെച്ചത് ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നു. അപ്പൊ ആ ബ്രാഞ്ചസ് ആയിട്ട് പിരിയുന്നതിനാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഗ്ലോമറുലസിലാണ് അരിക്കൽ പ്രക്രിയ നടക്കുന്നത്. അതിനുശേഷം അരിച്ച രക്തം എങ്ങോട്ടേക്ക് പോകുന്നു? ഇഫറന്റ് ആർട്ടീരിയോൾ വഴി റീനൽ വെയിനിലേക്ക് പോകുന്നു. അതാണ് പ്രക്രിയ. റീനൽ വെയിനിലേക്ക് പോകുന്നു. മൊത്തത്തിലുള്ള പ്രക്രിയ അതാണ്. ഇനി ഇവിടെ ഗ്ലോമറുലസിൽ എന്താണ്? അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിലുള്ള
വ്യാസ വ്യത്യാസം, ഡയമീറ്റർ ഡിഫറൻസ് കൊണ്ട് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പ്രഷർ ഡിഫറൻസ് അരിക്കൽ പ്രക്രിയക്ക് സഹായകമാക്കും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള രക്തത്തിലുള്ള അയോണുകളും അമിനോ ആസിഡും ഗ്ലൂക്കോസ് അങ്ങനെ കുറേ സാധനങ്ങൾ, വലിയ മോളിക്യൂൾസ് അല്ലാത്ത പല കാര്യങ്ങളും എന്താണ് ഈ പറയുന്ന ക്യാപ്സുലാർ സ്പേസിലെ ക്യാപ്സുലാർ സ്പേസിലേക്ക് അരിച്ചിറങ്ങും. അതായത് ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ ഭാഗമായിട്ടുള്ള ക്യാപ്സുലാർ സ്പേസിലേക്ക് അരിച്ചിറങ്ങും. അത് ഈ ട്യൂബിലൂടെ ഇങ്ങനെ കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോവുകയാണ് അല്ലെ. അങ്ങനെ ഈ ട്യൂബ് വഴി ഇങ്ങനെ കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകുന്ന സമയത്ത് അതിനെ ചുറ്റിയിട്ട് കുറെ രക്തക്കുഴലുകൾ ഉണ്ട്. അപ്പൊ ആ രക്തക്കുഴലിന്റെ പർപ്പസ് എന്താണ്? റീ അബ്സോർപ്ഷൻ ചെയ്യുക, ഈ പോകുന്ന ഫിൽട്രേറ്റിൽ നിന്നും സാധനങ്ങൾ പുനരാകിരണം ചെയ്യുക. അതുപോലെ തന്നെ രക്തത്തിൽ അധികമുള്ള, അതായത് ഇഫറന്റ് വെസലിൽ നിന്ന് വന്ന രക്തത്തിൽ അധികമുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഫിൽട്രേറ്റിലേക്ക് കൊടുക്കുക. അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്യൂബിലൂടെ ഫിൽട്രേറ്റ് പോകുന്ന സമയത്ത് അതിൽ നിന്നും പിന്നെ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രക്തത്തിലേക്ക് എന്താണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നു, പുനരാകിരണം നടക്കുന്നു. പിന്നെ വെള്ളവും എന്താക്കുന്നുണ്ട്? പുനരാകിരണം നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ലൂപ്പ് ഓഫ് ഹെല്ലിൽ എത്തുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ ആകിരണം ഒക്കെ നടന്ന് കോൺസെൻട്രേഷൻ കൂടിയ യൂറിനായിട്ട് മാറും. അത് ഇതുവഴി എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ അതിന്റെ കൂടെ തന്നെ സെക്രീഷനും നടക്കുന്നുണ്ട്. അതായത് രക്തത്തിൽ നിന്നും ചില ഘടകങ്ങൾ, അധികമുള്ള ഘടകങ്ങൾ ഈ ഫിൽട്രേറ്റിലേക്ക് സെക്രീഷനും നടക്കുന്നുണ്ട്. അതിങ്ങനെ പോവുകയാണ്. പോയി ഹെൻലീസ് ലൂപ്പ് വഴി DCT വഴി കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് എത്തണം. അപ്പൊ ഇതെന്താണ്? യൂറിനാണ് എവിടെ എത്തുന്നത്? കലക്റ്റിംഗ് ഡക്റ്റിൽ എത്തുന്നത്. അപ്പൊ ഇവിടെ ഫിൽട്രേറ്റിൽ കുറെ അമൗണ്ട് വെള്ളവും കുറെ അയോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കലക്റ്റിംഗ് ഡക്റ്റിൽ എത്തുമ്പോഴത്തേക്ക് അതൊക്കെ റീഅബ്സോർപ്ഷൻ ചെയ്യേണ്ടത് റീഅബ്സോർപ്ഷൻ ചെയ്യുന്നു, സെക്രീഷൻ രക്തത്തിൽ നിന്ന് വീണ്ടും സെക്രീറ്റ് ചെയ്യേണ്ടത് സെക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ വെള്ളത്തിന്റെ ആകിരണം നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് യൂറിനാണ് എവിടെ എത്തുന്നത്? നമ്മുടെ കലക്റ്റിംഗ് ട്യൂബുകളിൽ എത്തുന്നത്. ഇങ്ങനെയാണ് യൂറിന് ഫോം ചെയ്യുന്നത്. അപ്പൊ യൂറിൻ ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്. എന്തൊക്കെയാണ് യൂറിന്റെ കമ്പോണൻസ് നോക്കാം. യൂറിൻ ഈസ് മെയ്ഡ് ഓഫ് വാട്ടർ, യൂറിയ, ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെ. യൂറിൻ എന്തുകൊണ്ടൊക്കെ നിർമ്മിച്ചതാണ്? ജലം, അതുപോലെ യൂറിയ, ഇലക്ട്രോലൈറ്റ്സ്, പിന്നെന്താണ് വേസ്റ്റ് പ്രൊഡക്ട്സ്. ഇതൊക്കെയാണ് എന്തിലുള്ളത്? യൂറിനുള്ളത്. സം മെഡിസിൻസ് ആൻഡ് ഡ്രഗ്സ് ആർ എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ യൂറിൻ. എന്താണ്? നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, അതിന്റെ ഘടകങ്ങൾ, ഇതെല്ലാം യൂറിൻ വഴി എന്താകുന്നുണ്ട്? എക്സ്ക്രീറ്റഡ് ആകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് യൂറിനിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് നോക്കാം. 95% വാട്ടർ അല്ലെ. എന്താണ്? 95% ജലമാണ്, അറിയാതെ വെള്ളമാണല്ലോ. പിന്നെ എന്താണ്? 2% യൂറിയയാണ്. അപ്പൊ 95% വാട്ടർ, 2% യൂറിയ. 0.35% എന്താണ്? സോഡിയം. 0.6% ക്ലോറിൻ. 0.15% പൊട്ടാസ്യം. 0.25% ഫോസ്ഫേറ്റ്. 0.25% സൾഫേറ്റ്. 0.1% ക്രിയാറ്റിനൈൻ. പിന്നെ 0.05% യൂറിക് ആസിഡ്. യൂറിക് ആസിഡും ക്രിയാറ്റിനൈനൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കുന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും, ക്രിയാറ്റിനൈനൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. യൂറിക് ആസിഡ് കൂടിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട്, ഗൗട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? യൂറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് പഠിച്ചു വെക്കണേ. 95% വാട്ടർ, 2% യൂറിയ, 0.35% സോഡിയം, 0.6% ക്ലോറൈഡ്, 0.15% പൊട്ടാസ്യം, 0.25% ഫോസ്ഫേറ്റ്, 0.25% സൾഫേറ്റ്, 0.1% ക്രിയാറ്റിനൈൻ, 0.05% യൂറിക് ആസിഡ്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും പെർസെന്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. അപ്പൊ ഇത്രയും, അതായത് വെള്ളം, പിന്നെ ഈ കമ്പോണൻസ് ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത്. യൂറിൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെഫ്രോണിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? യൂറിൻ വലിച്ചിറങ്ങി ഫോം ചെയ്യുന്നത്. ആ ട്യൂബ് വഴി കലക്റ്റിംഗ് ട്യൂബിൽ എത്തുമ്പോഴത്തേക്ക് എന്താവാണ്? യൂറിനായിട്ട് മാറുകയാണ്. ആദ്യം അരിച്ചിറങ്ങിയ ഫിൽട്രേറ്റിൽ എന്തുണ്ടാവും? കുറെ ലവണങ്ങളും ധാതുക്കളും പ്രോട്ടീനും അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ ഉണ്ടാവും. അതെല്ലാം രക്തത്തിലേക്ക് തന്നെ എന്താകുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട്, റീഅബ്സോർബ്ഡ് ആവുന്നുണ്ട്. പിന്നെ രക്തത്തിൽ അധികമുള്ള ചില വിറ്റാമിൻസ്, അതുപോലെ അയോൺസ്, ഇതൊക്കെ തിരിച്ചെങ്ങോട്ടേക്കും വരുന്നുണ്ട്? യൂറിനിലേക്കും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ് ഹെൻലീസ് ലൂപ്പ് എത്തുമ്പോഴത്തേക്ക് വാട്ടറിന്റെ അബ്സോർപ്ഷൻ ഒക്കെ ഏകദേശം അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എന്താണ്? കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ്? യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനായിട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഓഫ് റെപ്റ്റൈൽസ് അല്ലെ. ഉരകങ്ങളുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഏതാണ്? യൂറിക് ആസിഡ് ആണ് കേട്ടോ. ഉരകങ്ങളുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ യൂറിക് ആസിഡ് ആണ്. ഏതൊക്കെ അവിടെ ഓപ്ഷൻ കൊടുത്തത്? യൂറിയ, യൂറിക് ആസിഡ്, പ്രോട്ടീൻ, അമോണിയ. അപ്പൊ ഇതിൽ ഏതാണ് യൂറിക് ആസിഡ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെപ്റ്റൈലിലുള്ളത് ഏതാണ് യൂറിക് ആസിഡ്? ദ ഗ്ലോമറുലസ് ആൻഡ് ബൊമൻസ് ക്യാപ്സ്യൂൾ ഈസ് ടുഗദർ കോൾഡ് അല്ലെ. ഗ്ലോമറുലസും ബൊമൻസ് ക്യാപ്സ്യൂളും ഒരുമിച്ച് എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു കപ്പ് പോലെയുള്ള ഭാഗം എന്താണ്? നമ്മളെ പിന്നെ ബൊമൻസ് ക്യാപ്സ്യൂൾ ആണ്. അതിനുള്ളിലെ രക്തക്കുഴലിൽ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത് എന്താണ്?
ഗ്ലോമർലെസ് ആണ്. അപ്പൊ അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് എന്താ പറയാ? ലൂപ്പ് ഓഫ് ഹെൻലി, PCT, റീനൽ വെയിൽ, റീനൽ ക്യാപ്സ്യൂൾ. എന്താണ് വിളിക്കുക? റീനൽ ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞാണ്, നമ്മൾ പറഞ്ഞ ക്ലാസ്സിലുണ്ട്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഗ്ലോമർലെസിനെയും ബൊവൻസ് ക്യാപ്സ്യൂളും ഒരുമിച്ച് ചേർത്ത് പറയുന്നത് റീനൽ ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.